നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം ചെലവഴിക്കാം. കർത്താവാം ദൈവമേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമീപിച്ചിരിക്കുന്ന ഈ സമയത്ത് നിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണമേ. നിൻ്റെ ദിവ്യവചനങ്ങളിലെ രഹസ്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിതമാകണമേ. നിൻ്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകിയാൽ ഞങ്ങളിലേക്ക് നിൻ്റെ വെളിച്ചം പകർന്നു വന്നോ ഞങ്ങളെ നീ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എൻ്റെ കർത്താവും ദൈവമായുള്ളവേ, അധികാലത്ത് എഴുന്നേറ്റ് നിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നു. അതിനാൽ എൻ്റെ ദേഹിയും എൻ്റെ ശരീരവും ആത്മാവും സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുകയും നിൻ്റെ വചനത്തെ കൈക്കൊള്ളുകയും ചെയ്തതിനാൽ നാഥ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അധികാലത്തെ നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനാൽ നിനക്ക് സ്തുതി. കാറ്റും കോളുമുള്ളപ്പോഴും ശിഷ്യന്മാരുടെ പടകിൽ നീ ശാന്തമായിട്ട് ഉറങ്ങി. കർത്താവെ, നീ അത്ഭുതമാകുന്നു, വിസ്മയമാകുന്നു. എൻ്റെ യേശുവേ, പാപപങ്കിലവും കാറ്റും കോളും നിറഞ്ഞ എന്നിൽ അവിടുന്ന് വിശ്രാമം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനായി എന്നെ ഒരുക്കുവാൻ ഞാൻ പ്രാപ്തനാകാതെ ഇരിക്കത്തക്കവണ്ണം ലോകത്തിൻ്റെ ചിന്തകളാൽ സാത്താൻ എന്നെ വ്യാകുലപ്പെടുത്തുവാൻ നീ സമ്മതിക്കരുതേ. പിന്നെയോ ഇരുളിൻ്റെ പ്രവൃത്തികൾക്ക് കൂട്ടാളിയാകാതെ അവയെ ശാസിക്കുവാൻ നീ തന്ന ഉപനിധിയാൽ എനിക്ക് ശക്തി ലഭിക്കണമേ. കാറ്റിനെയും കടലിനെയും നീ ശാസിച്ചതുപോലെ അവയെ നീ ശാസിക്കണമേ. കർത്താവെ, നീ എന്നിൽ വിശ്രാമം കണ്ടെത്തുകയും ഞാൻ നിന്നിൽ അഭയം കണ്ടെത്തുകയും ചെയ്യുമാറാകണമേ. എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിച്ചാലും ഞാൻ നിൻ്റെ ശിരസിൽ തലോടട്ടെ. കർത്താവെ, നീ വിശ്രമിച്ചാലും. ലോർഡ്, kindly rest in me so that I can rest in peace and take refuge in you. എൻ്റെ കർത്താവെ, എൻ്റെ ശരീരം നിൻ്റെ കല്ലറയാക്കി മാറ്റണമേ. നിൻ്റെ സ്വരൂപം എൻ്റെ ഉള്ളിൽ ശാന്തമായിട്ട് ഉറങ്ങട്ടെ. നിദ്ര പ്രാപിച്ചവനെ പോലെ നീ എൻ്റെ ഉള്ളിൽ ഉറങ്ങുമ്പോൾ നിൻ്റെ ശ്വാസം എന്നെ ജീവനിൽ നിന്ന് നിത്യജീവനിലേക്ക് വഴി നടത്തുമല്ലോ. കർത്താവേ, നീ ശാന്തമായി എൻ്റെ ഈ പടകിൽ ഉറങ്ങണമേ. നിൻ്റെ ഉറക്കം എൻ്റെ ഉറക്കത്തെ ഉണർത്തി നിന്നെ സ്തുതിക്കുകയും ഞാൻ നിൻ്റെ നല്ല സൗന്ദര്യത്തെ കണ്ട് അതിശയിക്കുകയും ചെയ്യുമാറാകണമേ. ഒരു കാലത്ത് എൻ്റെ ശരീരം നിദ്ര പ്രാപിക്കുമ്പോൾ നിൻ്റെ ജീവൻ നിൻ്റെ ഉണർവിനാൽ എൻ്റെ ഉള്ളിൽ കത്തിജ്വലിക്കുകയും സാത്താൻ അത് കണ്ട് അമ്പരന്ന് ഓടിമറയുകയും ചെയ്യുമാറാകട്ടെ. അവൻ എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളങ്ങളുടെ 10,000 ഇരട്ടിയിൽ അവൻ തകർന്നു പോകട്ടെ. എനിക്ക് നിൻ്റെ സാന്നിധ്യം മാത്രം മതി. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ നിൻ സ്തുതി ദൈവസുതാ പാടാൻ സ്വരമിവനില്ലൊന്നും പിതൃവലമായി നിന്നെ കണ്ടേൻ മേലിൽ കള്ളന്മാർ തൻ ഇടയിലുമാഴത്തിൽ നിൻ ശയ്യമരിച്ചോർ മധ്യേ സ്വർഗം നിൻ പീഠം ഇറയർ മേലും നരർ കീഴും
നാഥനായി സ്തോത്രം. ഹല്ലേലൂയ. അട്ടഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. അനുഗ്രഹപ്രദമായ ഈ ദിവസത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരുന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ നമുക്ക് ധ്യാനിക്കാം. നിഗൂഢ രഹസ്യങ്ങൾ സ്വീകരിക്കുന്നവർ കുറവായിരിക്കും. അത് കർത്താവിൻ്റെ കൂടെ ഉള്ളപ്പോഴും അങ്ങനെ തന്നെ. കർത്താവിൻ്റെ പുറമേയുള്ള ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ ശിഷ്യകളിൽ നിഗൂഢ രഹസ്യങ്ങൾ അറിഞ്ഞിരുന്നവർ വളരെ ചുരുക്കമാണ്. നിഗൂഢതയുടെ നിഗൂഢത അറിയുവാൻ ഒരാൾക്കേ പറ്റിയുള്ളൂ പുറത്തുള്ള ശിഷ്യഗണങ്ങളിൽ. അത് ലാസറിൻ്റെ സഹോദരി മറിയയ്ക്ക് മാത്രമാണ്. അകത്തുള്ള ശിഷ്യന്മാരിലും നിഗൂഢതകൾ മനസ്സിലാക്കിയവർ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് പത്രോസും യാക്കോബും യോഹന്നാനുമാണ്. അതിൽ നിഗൂഢതയുടെ നിഗൂഢത മനസ്സിലാക്കിയത് യോഹന്നാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാൻ വിട്ടുമാറാതെ നിന്നത്. അവൻ്റെ ഉള്ളിൽ ഈ വെളിച്ചം കത്തി നിന്നിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ കുറവാണ് അല്ലെങ്കിൽ കുറഞ്ഞവരാണ് എന്നർത്ഥമില്ല. 12 ശിഷ്യന്മാരും കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്തവരാണ്, രക്തം ചിന്തിയവരാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയിലെ ചില വരികൾ പോലെ കർത്താവ് നമ്മുടെ ഉള്ളിൽ നിദ്ര പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലാസർ നിദ്ര പ്രാപിക്കുമായിരുന്നെന്ന് നമ്മൾ ഇനിയും പഠിക്കുമ്പോൾ മനസ്സിലാവും. ലാസർ നിദ്ര പ്രാപിക്കുമ്പോൾ കർത്താവ് മഹത്വപ്പെടുന്നു. കർത്താവ് നമ്മുടെ ഉള്ളിൽ നിദ്ര പ്രാപിക്കുമ്പോൾ നമ്മൾ മഹത്വപ്പെടുന്നു. 17-ാം അധ്യായം വരുമ്പോഴേക്കും നമ്മളൊരു കാര്യം പ്രത്യേകം പഠിക്കും. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ പുത്രനെ മഹത്വപ്പെടുത്തണമേ. പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു, പക്ഷേ പിതാവ് പുത്രനെയും മഹത്വപ്പെടുത്തുന്നു. പുത്രൻ മഹത്വപ്പെടണമെന്നുണ്ടെങ്കിൽ പുത്രൻ കുരിശിക്കപ്പെടണം, അല്ലാതെ പുത്രൻ മഹത്വപ്പെടുകയില്ല. നമ്മുടെ കുരിശീകരണത്തിലൂടെ, നമ്മൾ ഏറ്റെടുക്കുന്ന കുരിശിലൂടെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും നമ്മളെ സഹായിക്കുകയും അവർ മഹത്വപ്പെടുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളിൽ വിശ്രമിക്കുമ്പോൾ നമ്മളുടെ വ്യഥയിലൂടെ കർത്താവ് മഹത്വപ്പെടുന്നു. പടക് ഓളം നിറഞ്ഞതായിരുന്നു. പടകിൽ അനേകം തിരമാലകളും ഓളങ്ങളും ഉണ്ടായിരുന്നു. ആ ഓളങ്ങളുടെ മധ്യേ ആ പടകിൽ അമരത്ത് അവൻ ഉറങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഉറങ്ങുന്ന കർത്താവിനെ ഓളങ്ങൾ ശക്തമാകുമ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് ഉണർത്താം. ഉണർത്തിക്കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ ചിലപ്പോൾ ശാസിക്കാനും സാധ്യതയുണ്ട്. അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭീരുക്കളാവുന്നത്? ഞാനിവിടെ ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തിലെ കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളിലും എന്നെ കോരിത്തെരിപ്പിച്ചിട്ടുള്ളത് പ്രകൃതിയോട് ശാന്തമാകുക, അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പെട്ടെന്ന് ശാന്തമായി. കാറ്റും പ്രകൃതിയും കോളും ഇടിമിന്നലും ശക്തമായ തിരമാലകളും ഭൂമി കുലുക്കങ്ങളും അനവധി പ്രകൃതിക്ഷോഭങ്ങളും ഉരുൾപൊട്ടലുകളുമെല്ലാം തൻ്റെ സൃഷ്ടിച്ചവൻ അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ശാന്തമായി. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ കർത്താവ് നടത്തിയിട്ടുള്ള തൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതോ അല്ലെങ്കിൽ കുരുടനെ സൗഖ്യമാക്കിയതോ ഒന്നുമല്ല.
പ്രകൃതിയോട് പറഞ്ഞു, അടങ്ങിയിരിക്കടാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അത് ശാന്തമായി. പ്രകൃതി തൻ്റെ സൃഷ്ടാവിൻ്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് ശാന്തമായി അടങ്ങി ഒതുങ്ങി കർത്തൃസന്നിധിയിൽ പഞ്ചപുച്ഛമടക്കിപ്പോയി. അപ്പോൾ ഇന്ന് പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നേരം ഉണ്ടായിരുന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി അതൊന്നുകൂടെ വായിക്കുവാനുള്ള സമയമില്ല. ആ പ്രാർത്ഥന നമ്മുടെ ഇന്നത്തെ വചന ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ സാരാംശമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എൻ്റെ പടകിൽ നീ ഉറങ്ങണം. കർത്താവ് നമ്മുടെ കൂടെ, നമ്മുടെ ഉള്ളിൽ, നമ്മളുടെ ശരീരം ഒരു കബറായിട്ട് മാറി. ആ കബറിൻ്റെ ഉള്ളിൽ കർത്താവിന് നിദ്ര പ്രാപിക്കുവാൻ, വിശ്രമിക്കുവാൻ അല്പം ഇടം കൊടുക്കണം. പടക് ചിലപ്പോൾ ഓളങ്ങളിൽ, തിരമാലകളിൽ കിടന്ന് ആടി ഉലയുകയായിരിക്കാം. അതൊന്നും നമ്മളെ ബാധിക്കുവാൻ പാടില്ല. കർത്താവ് നമ്മളോടുകൂടെ എപ്പോഴും ഉള്ളതിനാൽ ആ സാന്നിധ്യബോധം നമ്മളെപ്പോഴും ഭരിക്കുകയും നമ്മളെ അത് ബലപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ പ്രാർത്ഥനയുടെ സാരാംശം കുറച്ചു ഭാഗം ഒന്നും കൂടെ വായിക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ശരീരം നിൻ്റെ കല്ലറയാക്കി മാറ്റണമേ. നിൻ്റെ സ്വരൂപം എൻ്റെ ഉള്ളിൽ ശാന്തമായിട്ട് ഉറങ്ങട്ടെ. നിദ്ര പ്രാപിച്ചവനെ പോലെ നീ എൻ്റെ ഉള്ളിൽ ഉറങ്ങുമ്പോൾ നിൻ്റെ ശ്വാസം എന്നെ ജീവനിൽ നിന്ന് നിത്യജീവനിലേക്ക് വഴി നടത്തുമല്ലോ. കർത്താവേ, നീ ശാന്തമായി എൻ്റെ ഈ പടകിൽ ഉറങ്ങണമേ. നിൻ്റെ ഉറക്കം എൻ്റെ ഉറക്കത്തെ ഉണർത്തി നിന്നെ സ്തുതിക്കുകയും ഞാൻ നിൻ്റെ നല്ല സൗന്ദര്യത്തെ കണ്ട് അതിശയിക്കുകയും ചെയ്യുമാറാകണമേ. ഒരു കാലത്ത് എൻ്റെ ശരീരം നിദ്ര പ്രാപിക്കുമ്പോൾ നിൻ്റെ ജീവൻ നിൻ്റെ ഉണർവിലാൽ എൻ്റെ ഉള്ളിൽ കത്തിജ്വലിക്കുകയും സാത്താൻ അത് കണ്ട് അമ്പരന്ന് ഓടിമറിയുകയും ചെയ്യുമാറാകണമേ. അവൻ എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളങ്ങളുടെ 10,000 ഇരട്ടിയിൽ അവൻ തകർന്നു പോകുമാറാകട്ടെ. എനിക്ക് നിൻ്റെ സാന്നിധ്യം മാത്രം മതി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഗീതം പാടിയത്. പ്രാർത്ഥന ഒന്നും കൂടി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം വന്നവരെ ആ പ്രാർത്ഥന ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ധ്യാന പഠനത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാം. നമുക്കറിയാം, വളരെ ആഴത്തിലുള്ള ചിന്തകൾ നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. സഭയുടെ ആരാധനാ രീതികളും മാർഗ ഉപദേശങ്ങളും അതുപോലെ തന്നെ വേദശാസ്ത്രങ്ങളുമെല്ലാം അത്യധികം ശ്രേഷ്ഠമായിട്ട് പൗരസ്ത്യ സഭയിൽ ഒരു വെണ്ണക്കല്ല് പോലെ, സ്വച്ഛ സ്ഫടിക ഗോപുരം പോലെ നിൽക്കുകയാണ്. പക്ഷേ നമ്മളത് കണ്ടെത്തുന്നില്ല. കസ്തൂരിമാൻ മണം നോക്കി ഓടി അലയുന്നത് പോലെയാണ്. കസ്തൂരിമാൻ്റെ പ്രത്യേകത എന്താണ്? കസ്തൂരിമാന് എപ്പോഴും ഒരു ഗന്ധമുണ്ട്, നല്ല സുഗന്ധം. ഈ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഈ മാൻ തന്നെ ഓടി അലഞ്ഞു നടക്കും. തൻ്റെ ശരീരത്തിൽ നിന്നാണ് ഈ ഗന്ധം വരുന്നതെന്ന് അതിനറിയില്ല. എന്ന് പറയുന്ന പോലെയാണ് നമ്മളുടെ പല വിശ്വാസ ആരാധന ആചാര രീതികളെല്ലാം വിശ്വാസികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗന്ധത്തെ, ഇതിൻ്റെ സൗന്ദര്യത്തെ അങ്ങോട്ട് ഇപ്പോഴും പിടികിട്ടുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ അടുത്ത സമയത്ത് പോപ്പ് അവരുടെ ആരാധനാക്രമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. അതായത് പരിശുദ്ധ കന്യാമറിയാമിനെ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല കാണേണ്ടത് എന്ന് സഭ ഇപ്പോൾ തിരുത്തി പഠിപ്പിക്കുന്നു. പൗരസ്ത്യ ദർശനത്തിൻ്റെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയാമിനോടുള്ള മധ്യസ്ഥതയും അപേക്ഷയാചനകളും കൂടുതൽ ശരിയായി പൗരസ്ത്യ സഭയിൽ നിലനിൽക്കുന്നതിനെ അംഗീകരിക്കുന്നു. ഇതെവിടെയോ പാകപ്പിഴ സംഭവിച്ചത് തിരുത്തുവാൻ അവർ ആഗ്രഹിക്കുന്നതിനെ ശ്ലാഘിക്കുന്നു. പൗരസ്ത്യ സഭയിൽ അത് കൃത്യമായി പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷയും അഭയയാചനയും, പരിശുദ്ധ മാതാവ് എന്തുകൊണ്ട് സഭയിൽ കൃത്യമായൊരു സ്ഥാനം വഹിക്കുന്നു എന്നുള്ളത് വേദശാസ്ത്രപരമായിട്ടെല്ലാം സഭയുടെ ആരാധനാക്രമങ്ങളിലും പ്രാർത്ഥനകളിലുമുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പുരുഷനെ അറിയാതെ പരമപവിത്രതയിൽ
ദൈവത്തിനു മാതാവായൊരു ധന്യചരിത്രേ, ഈ നിൻ പെരുന്നാളിൽ മൃതരാശ്വാസമതും ജീവിതരാശിയുമാർജിപ്പാൻ പ്രാർത്ഥിക്കണമേ. മാതാവിനോട് നമ്മൾ പറയുകയാണ്, പുരുഷനെ അറിയാതെ നിർമ്മലമായ നൈർമല്യത്തോടുകൂടി പ്രസവിച്ചവളെ, നിൻ്റെ ഈ പെരുന്നാളിൽ വാങ്ങിപ്പോയർ ആശ്വാസം പ്രാപിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപേക്ഷിക്കുന്നു. എന്നാൽ പരിശുദ്ധ മാതാവ് കർത്താവിൻ്റെ അമ്മയായതിനാൽ ആ വാക്കിന് തീർച്ചയായിട്ടും നമ്മളുടെ ഇൻ്റർസെഷനേക്കാളിൽ ശക്തിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അത് കൃത്യമായ വേദശാസ്ത്രത്തോടുകൂടി സഭ പഠിപ്പിക്കുന്നതിനെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോവുകയാണ്. വേദശാസ്ത്രങ്ങളെല്ലാം ആരാധനയിൽ തന്നെയുണ്ട്. ലോകം രക്ഷിപ്പാനേകൻ സൂതനാവതാരം ചെയ്യുമ്പോൾ മാതാവായി കന്യ മറിയാമീനേറ്റൻ ഒരു ലേഖനമെഴുതി താതൻ വിട്ടാൻ ദൂതന നസറേത്തിൽ. ആരാധനയിൽ വേദശാസ്ത്രമാണ്. അപ്പോൾ ഇത് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ മാതാവിൻ്റെ സ്ഥാനം ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. മാതാവിന് ഒറ്റയ്ക്ക് ഒരു വ്യക്തിത്വം സഭ കൊടുത്തിട്ടില്ല. എവിടെയോ നമ്മുടെ സഹോദരി സഭ അതിൽ നിന്ന് അല്പം വ്യതിചലിച്ചു, അമിതമായ പ്രാധാന്യത്തിലേക്ക് പോയി. കൃപ മാതാവിൽ നിന്നാണ് ഒഴുകുന്നതെന്ന് അവരെ പഠിപ്പിച്ചു. അങ്ങനെ ആൾക്കാർ അവിടേക്ക് ഒഴുകാൻ തുടങ്ങി. അതൊരു വിഗ്രഹമായിട്ട് മാറി. അവർ പോലും അറിയാതെ അത് വിഗ്രഹമായിട്ട് മാറിയിട്ട് സഭയിലെ വലിയ വചനഘോഷകർ വരെ അവിടെ പോകാൻ തുടങ്ങി. ആത്മീകന് ദൈവം വിവേചനം തരും. അവനെ വിവേചിച്ചറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആത്മീകൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ള കൃത്യമായ ജ്ഞാനം ദൈവം കൊടുക്കുമ്പോൾ അത് പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനെ സ്വീകരിക്കുവാനുള്ള ഒരു തുറന്ന മനസ്സ്, ശ്രദ്ധയോടെയുള്ള മനസ്സ് നമുക്ക് ആവശ്യമാകേണ്ടിയിരിക്കുന്നു. പൗരസ്ത്യ ദർശനത്തിൽ ദൈവമാതാവിൻ്റെ ഒരു പടം പോലും കർത്താവില്ലാതില്ല. അങ്ങനെ വയ്ക്കുവാൻ പാടില്ല എന്നാണ് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. കന്യാമറിയാമിനെ നിർമ്മല കന്യകയായി പുരുഷബന്ധം കൂടാതെ കർത്താവ് ജനിച്ചു എന്ന് വാഴ്ത്തിപ്പാടുന്നത് മാതാവിനെ പുകഴ്ത്തുവാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ജനനത്തെ മഹത്വീകരിക്കുവാനാണ് എന്ന് പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നത്, ഇതിൽ വിശ്വസിക്കാത്തവർ ചോദിക്കുന്നത്, മാതാവിൽ ജോസഫിലൊരു പുത്രി ഉണ്ടായി അല്ലെ പുത്രൻ ഉണ്ടായി എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? കുഴപ്പം ഇതാണ്, ദൈവത്തിൻ്റെ ഒന്നാം സ്ഥാനം അങ്ങ് പോകും. അതാണ് കുഴപ്പം. അത് കർത്താവിനെ മാനിക്കുന്നതാണ്. അതിന് മാതാവിനെ മാനിച്ചേ പറ്റുള്ളൂ. അത് കൃത്യമായ മാന്യത സഭ കൊടുത്തിരിക്കുന്നതിനെ നമ്മൾ പഠിക്കുവാനിടയാണ്. നമ്മുടെ വിശ്വാസികൾ പോലും ജപമാല ചെയ്യുന്നുണ്ട്, നല്ല കാര്യം തന്നെ. പക്ഷേ ജീസസ് പ്രയർ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ സഭയിൽ, പൗരസ്ത്യ സഭയിൽ ജപമാല എന്നൊരു പറയുന്ന ഒരു പ്രാർത്ഥനാക്രമം ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ. എനിക്കിതൊക്കെ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് 10 പേര് കേട്ടാലും എനിക്ക് വിഷയമില്ല. നമ്മുടെ വൈദികർ പോലും ഇതിൻ്റെ പുറകെയാണ്. എന്നാൽ ഈ വൈദികർക്കും എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്, ഈ ജീസസ് പ്രയറിൻ്റെ ശക്തി അറിഞ്ഞുകൂടാ. ജീസസ് പ്രയറിൻ്റെ ശക്തി ഒരു ആത്മീയതയുടെ ഒരു ലെവൽ കഴിഞ്ഞാലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഒരു സാധാരണ വിശ്വാസിക്ക് ഒരിക്കലും ജീസസ് പ്രയർ ആസ്വാദികരമായി തോന്നില്ല. മുഷിപ്പായിരിക്കും, ഭയങ്കര മുഷിപ്പായിരിക്കും. എന്നാൽ ഒരു ശ്രേണി കയറിക്കഴിഞ്ഞിട്ടുള്ളവന് ഈ ജീസസ് പ്രയർ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വേറൊന്നും പ്രാർത്ഥിക്കാൻ സാധ്യതയില്ല. എന്തിനാണ് മറ്റുള്ളതൊക്കെ പ്രാർത്ഥിക്കുന്നത്? ചുമ്മാ ഇങ്ങനെ അതും ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാര്യമില്ല. നമുക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ, കർത്താവേ പാപിയെ എന്നോട് കരുണ ചെയ്യണം.
വേറെ ഒന്നും നമുക്ക് ചോദിച്ച് വാങ്ങിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ആകെയുള്ള അവകാശം നമുക്ക് കാൽവറിയിൽ കൂടി കർത്താവ് നേടിത്തന്ന പുത്രി സ്വീകാര്യ പദവിയുടെ അവകാശമാണ്. അത് ചെറിയ അവകാശമല്ല, വലിയ അവകാശം തന്നെയാണ്. പക്ഷേ നമ്മൾ ലോകത്തിലെ പാപമലിനതകളിൽ പെട്ടുപോകുമ്പോൾ ഈ അവകാശത്തെ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ഞാനിതൊരാദ്യം ആമുഖമായി ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ധ്യാനചിന്തകളിലേക്ക് മടങ്ങി വരാം. 11-ാം അധ്യായത്തിലെ 10-ാം വാക്യം 11-ാം വാക്യം മുതലാവയിൽ ആണ് നമ്മുടെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചത് യേശുതമ്പുരാൻ പറയുകയാണ്, പകലിന് 12 മണി നേരം ഇല്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറുന്നില്ല, രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായക കൊണ്ട് ഇടറിപ്പോകുന്നു. ആ വെളിച്ചം ഏതാണ്? നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിലെ ആത്മദീപം ഒരു വെളിച്ചമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. യഹോവയുടെ ആത്മാവ് കത്തുന്ന ദീപം എന്നാണ് സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 20-ാം അധ്യായത്തിൽ ആണോ? സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം. യഹോവയുടെ ആത്മാവ് കത്തുന്ന ദീപം. എത്രാം വാക്യമാണെന്ന് ഒന്ന് നോക്കാമെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ ഒരു വചനമുണ്ട്. സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം. യഹോവയുടെ ആത്മാവ് കത്തുന്ന ദീപം ഉണ്ടോ? 20-ാം അധ്യായത്തിൽ ഉണ്ടോ? ഇരുപത്തിയേഴാം വാക്യം. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. യഹോവയുടെ ആത്മാവ് കത്തുന്ന ദീപം എന്നല്ല, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. കണ്ടോ? അപ്പോൾ വെളിച്ചം എവിടെ നിന്നാണ് വരുന്നത്? ദീപത്തിൽ നിന്നാണ് വെളിച്ചം വരേണ്ടത്. അപ്പോൾ ഈ ആത്മാവ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് ശോഭയുണ്ടെങ്കിൽ ഈ വെളിച്ചം കത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ നിങ്ങളോടൊരു വാക്യം പറഞ്ഞു തന്നിരുന്നു. അതായത് ഇപ്രകാരമാണ്: നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ ചൂഴ്ന്നു കളയുക എന്നൊരു വചനം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും എന്നുള്ളതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ അങ്ങനെയല്ല. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ചിലപ്പോൾ എഴുതിയവർ മാറ്റി എഴുതിയതോ മറ്റോ ആണ്. ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ ഇപ്രകാരമാണ്. ഞാനതിൻ്റെ ഗ്രീക്ക് ബൈബിളിലും ഇംഗ്ലീഷ് ബൈബിളിലും നോക്കിയതാണ്. ഇഫ് ദൈൻ ഐ ഈസ് സിംഗിൾ യുവർ ഹോൾ ബോഡി വിൽ ബി ഇൻ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈൻ ഐ ഈസ് സിംഗിൾ. അത് ആ സിംഗിളായിട്ടുള്ള ഐ നിൻ്റെ ശുദ്ധ ആത്മാവാണ്. ആ ആത്മാവ് സിംഗിളായിരുന്നാൽ എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരുന്നാൽ, പ്യുവറായിരുന്നാൽ അകത്തൊരു കണ്ണ് ആ ആത്മാവിൽ തുറക്കപ്പെടും. അതിനെ ഹൈന്ദവ ശാസ്ത്രത്തിൽ തൃക്കണ്ണ് എന്നൊക്കെ പറയും. ഹൈന്ദവ ശാസ്ത്രത്തിൽ അങ്ങനെയൊക്കെ പറയും. നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവ് ദൈവം സൃഷ്ടിച്ച് ഉള്ളിലാക്കി പരിശുദ്ധ മാമോദീസായിൽ അതിനെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിട്ടുള്ള ആ കണക്ഷൻ അങ്ങോട്ട് തുറന്നു വിടുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ടാങ്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി, ശക്തിയോട് ഒലിച്ചിറങ്ങി നമ്മുടെ പൈപ്പുമായിട്ട് ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം ആ ടാങ്കിൻ്റെ അവിടെ തന്നെ ഒരു മെയിൻ അടപ്പ് കാണും. ആ അടപ്പ് അടഞ്ഞിരുന്നാൽ ഈ താഴേക്ക് വെള്ളം ഒലിച്ചിറങ്ങിയില്ല. ഇത് രണ്ടും വെള്ളമാണ്. മനുഷ്യൻ്റെ ആത്മാവും ദൈവാത്മാവും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്കൊരു അടപ്പുണ്ട്. ആ അടപ്പാണ് പരിശുദ്ധ മാമോദീസായിൽ തുറന്നു വിടുന്നത്. അപ്പോൾ പിന്നെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും പിന്നെ നമ്മളെ നിറയ്ക്കുകയാണ്. അതിനാണ് എഫേസ്യർ 1:3 പറയുന്ന സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇത് പരിശുദ്ധ മാമോദീസായിൽ ശക്തമായിട്ട് ഈ ടാപ്പ് അങ്ങോട്ട് തുറന്ന് സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറയ്ക്കും. പക്ഷേ പിന്നീടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ ലോകകാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ ഈ ടാപ്പ് പിന്നെയും പതുക്കെ അടഞ്ഞു വരും. എല്ലാവരിലും കൃപാവരങ്ങളുണ്ട്. ആ കൃപാവരങ്ങൾ നമ്മൾ ചകഞ്ഞെടുക്കേണ്ടതാണ്. കഴിഞ്ഞ എഫേസ്യർക്കുള്ള പഠനത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അതായത് നമ്മുടെ പലരുടെയും വിചാരം നമുക്ക് ഇന്ന കൃപയില്ല എന്നൊക്കെയാണ്. അങ്ങനെയല്ല, എല്ലാവരിലും കൃപാവരങ്ങളുണ്ട്. ചിലരെന്നോട് പറയാറുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങളും പ്രാർത്ഥിക്കണം, എന്നാലേ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവർ പറയുന്നത്, അച്ഛാ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയില്ല.
ആ കൃപ ഇല്ലാത്തതല്ല, ആ കൃപ അവിടെ ഉണ്ട്, അതിനെ ചകഞ്ഞെടുക്കാത്തതാണ്. ചകഞ്ഞെടുത്താൽ മതി, ആ കൃപ ഇങ്ങ് വന്നോളും. ഇത് അന്വേഷിക്കാതെ ഇത് കണ്ടെത്തുകയില്ല. ഇതിനാണ് കർത്താവ് പറഞ്ഞത് അന്വേഷിപ്പീൻ കണ്ടെത്തും. അല്ലാതെ ജോലി പോകുമ്പോൾ ജോലി അന്വേഷിച്ച് നടന്നിട്ട് കണ്ടെത്തിയില്ല എന്നുള്ളതല്ല അവിടുത്തെ അർത്ഥം. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളിലൊക്കെ ആത്മീയമായ അർത്ഥങ്ങൾ മാത്രമേ ഉള്ളൂ. ചോദിപ്പീൻ കിട്ടുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നാളെ പോയി ഒരു ബെൻസ് കാർ ചോദിക്കണമെന്നല്ല. അതൊന്നുമല്ല ചോദിക്കേണ്ടത് എന്താണെന്ന് കർത്താവ് പിന്നെ പറയുന്നുണ്ട്. അന്വേഷിക്കേണ്ടത് നിൻ്റെ ആത്മാവിൻ്റെ ദീപം കത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആ സകല കൃപാവരങ്ങളാലും നിറച്ചിരിക്കുന്ന കൃപാവരത്തിൽ നഷ്ടപ്പെട്ടു പോയ കൃപാവരത്തെ എവിടെയാണെന്ന് നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കണം. കണ്ടെത്തിയാൽ സകലതും വിറ്റ് അത് കൈവശമാക്കിയ ഒരു ആളെപ്പറ്റി സ്വർഗരാജ്യത്തിന് തുല്യമായ ഒരവസ്ഥയാണതെന്ന് കർത്താവ് ഭൂമിയിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട്. ഒരുത്തിനൊരു വയലിൽ ചെന്ന് ആ വയൽ മൊത്തം ഇങ്ങ് വാങ്ങി. കാരണം എന്താ? അവന് മനസ്സിലായി അതിനകത്തൊരു നിധി കിടപ്പുണ്ട്. അവനെന്ത് ചെയ്തു? ഉള്ള പൈസ എല്ലാം കൊടുത്ത് അവനുള്ളതെല്ലാം വിറ്റ് ആ വയലിങ് വാങ്ങി. കാരണം അതിനകത്ത് ഒരു നിധി കിടപ്പുണ്ട്. ആ നിധി മറ്റാരുമല്ല, യേശു ക്രിസ്തുവാണ്. ഒരു സ്ത്രീ ഒരു നാണയം കളഞ്ഞുപോയി. അവൾ വീട് മൊത്തം അന്വേഷിച്ചു ഈ ഒരൊറ്റ നാണയത്തിന് വേണ്ടി. അവളെ ചിലപ്പോൾ ആ ഒരു പൈസയ്ക്ക് വേണ്ടി 100 രൂപ മുടക്കി കാണും. ആ ഒരു പൈസ കർത്താവിലാണ്. എസ്തീറ ആണത്. മത്സ്യം കൊടുത്ത എസ്തീറയാണത്. അത് കണ്ടു കിട്ടിയാൽ സകലതും വിറ്റ് അത് വാങ്ങിക്കും. അല്ലെങ്കിൽ അത് കിട്ടുന്നത് വരെ അത് അന്വേഷിക്കും. അപ്പോൾ അന്വേഷിക്കേണ്ടത് എന്താണ്? ക്രിസ്തുവിനെയാണ് അന്വേഷിക്കേണ്ടത്. ഈ വാക്യത്തെയൊക്കെ ഈ പാശ്ചാത്യ സഭകൾ വന്ന് ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക, അനുഗ്രഹങ്ങൾ ചോദിക്കുക, പിന്നെ സാമ്പത്തിക അനുഗ്രഹമാണ് അനുഗ്രഹം എന്നാണ് ഈ പാശ്ചാത്യ സഭകൾ പഠിപ്പിച്ച് അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഈ ആത്മീയതയെ മുഴുവൻ വികലമാക്കി കളഞ്ഞത്. ഇപ്പോഴും അത് ശക്തമാണ്. അതിൻ്റെ പുറകെ ചെറുപ്പക്കാരുണ്ട്, പിള്ളേരുണ്ട്, കൊട്ടിഘോഷങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്, മേളങ്ങളുണ്ട്. ഇതൊക്കെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തരുന്നതാണ്. അമിതമായിട്ടൊന്നും കിട്ടത്തുമില്ല, അതും വിചാരിക്കണ്ട. ഒരു ദൈവവേദലിന് അമിതമായി ഒന്നും ദൈവം കൊടുക്കില്ല. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ ലോകത്തിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും. ഇങ്ങനൊരു മഹാശക്തി അതിനുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവൻ പരീക്ഷയിലും കെണിയിലും കുടുങ്ങിയിട്ട് മനുഷ്യർ സംഹാര നാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടയാകുന്ന മൗഢ്യമായ മോഹങ്ങൾക്ക് വശമതരായി പോകും. അതുകൊണ്ട് കർത്താവ് പേഴ്സ് ഉപയോഗിച്ച പോലെ പേഴ്സ് ഉപയോഗിക്കാൻ പഠിക്കണം. കർത്താവിന് പേഴ്സ് ഉണ്ടായിരുന്നോ? കർത്താവിന് പണസഞ്ചി ഉണ്ടായിരുന്നു. സൂക്ഷിച്ചത് യൂദയാണെന്നുള്ളതേ ഉള്ളൂ. കാരണം കർത്താവ് പണം കൈകൊണ്ട് തൊടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ആ പയ്യനെ പറ്റി പറഞ്ഞില്ലേ, അവൻ എന്നെ ഉപദേശിച്ച ഒരു കാര്യമാണ്. പണം നമുക്ക് ആവശ്യമാണ് അച്ഛാ. അപ്പോൾ ഞാനെന്തോ ഒരാൾക്ക് ഇച്ചിരി പൈസ കൊടുക്കാൻ വേണ്ടി അന്നേരം എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നീ തൽക്കാലം 1000 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു, ഇവർക്ക് കൊടുത്തേക്കാം. നിങ്ങൾ മാക്കാങ്കുന്ന് പള്ളി വരെ ഒന്ന് പോയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ നിന്നിരുന്നു. ആ മനുഷ്യന് പെട്ടെന്നൊരു കുറച്ച് പൈസ ആവശ്യം വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഇച്ചിരി പൈസ ഇങ്ങോട്ട് താ, ഞാൻ ഇവിടെ വരുമ്പോൾ അങ്ങ് തരാം എന്നൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ കയ്യിൽ ഒരു 1000 രൂപ എടുത്തു തന്നു. അപ്പോൾ ഞാനിത് വലത് കൈ കൊണ്ട് വാങ്ങിച്ചു. അപ്പോൾ അവൻ ഇടത് കൈ കൊണ്ടതാണ് തന്നത്. നമ്മൾ വലത് കൈ കൊണ്ടല്ലേ പണം കൊടുക്കുന്നത്, വലത് കൈ കൊണ്ടല്ലേ വാങ്ങിക്കണമെന്നും പറയുന്നത്. ഞാൻ വലത് കൈ കൊണ്ടത് വാങ്ങിച്ചപ്പോൾ എന്നോട് പിന്നീട് അവൻ വിളിച്ചു നിർത്തി പറഞ്ഞു, വെച്ചാൽ കഴിവതും പണം വലത് കൈ കൊണ്ട് വാങ്ങിക്കരുത്, ഹാൻഡിൽ യുവർ മണി വിത്ത് യുവർ ലെഫ്റ്റ് ഹാൻഡ്. സത്യമാണ്. പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പണത്തിനകത്ത് എപ്പോഴും പിശാചുണ്ട്. ഇത് നമ്മളെ വഴിതെറ്റിക്കും. അമിതമായിട്ട് കുമിഞ്ഞുകൂടിയോ വളരെ വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പണം അധികം ഉള്ളത് ഒരു തെറ്റാണ് എന്നല്ല, തെറ്റിലേക്ക് വീഴാൻ നമ്മളെ വഴി നടത്തുന്നതാണ്. അബ്രഹാം മഹാധനികനായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അബ്രഹാം മഹാധനികനായിരുന്നു. പക്ഷേ അവൻ്റെ ധനം ആ സ്വത്തിലായിരുന്നില്ല. അതുകൊണ്ടാണ് ലോത്ത് ഫലഭൂഷ്ടമായ പ്രദേശം തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം പറഞ്ഞു,
ഓക്കെ, നീ അങ്ങോട്ട് പോക്കോ, എനിക്കത് വേണ്ട. കാരണം പണത്തിലല്ല, അല്ലെങ്കിൽ തന്നിൽ ഉണ്ടായിരുന്ന സ്വത്തിലല്ല ആർക്ക് ബലം, അബ്രഹാമിന് ബലം. അതുകൊണ്ട് ഇത് പോയപ്പോൾ വിഷമമില്ല. പണം വേണം. കർത്താവ് പണം ഉപയോഗിച്ചത് എന്തിനൊക്കെയാണ് പറയാമോ? യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. ചുങ്കം കൊടുക്കാനും കരം കൊടുക്കാനും അല്ല. അത് കൊടുക്കണം, അത് കൊടുക്കണ്ടെന്നൊന്നുമില്ല, അത് അല്ല, പ്രധാനമായിട്ട് അതല്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെയുണ്ട്. ഒന്ന്, അത് പാപിനിയായ സ്ത്രീ കാല് കഴുകിയപ്പോൾ, അല്ലെങ്കിൽ സുഗന്ധ വർഗം പൂശി, കാലിൽ പൂശി. അത് എത്രാമത്തെ അധ്യായത്തിലാണ്? 12ാമത്തെ അധ്യായത്തിലുണ്ട്. അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പഠിക്കും. മറിയ വിലയേറിയ സ്വച്ഛമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി, തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി, തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു, അങ്ങ് നിറഞ്ഞു. നിങ്ങൾ മൂറാം കൂതാശയ്ക്ക് പോയിട്ടുണ്ടോ എപ്പോഴേലും? ഈ സൗരഭ്യം നിറയുന്നതിൻ്റെ അവസ്ഥ മനസ്സിലാവും. ഈ മൂറോൻ്റെ മണം കൊണ്ട് ആ പ്രദേശം മൊത്തം അങ്ങ് നിറയും. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കറിയാത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. അതായത് കർത്താവിൻ്റെ പേഴ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത് യൂദയാണ്, അത്രയേ ഉള്ളൂ. യൂദയുടെ പേഴ്സ് അല്ലത്. ദാറ്റ് ഇറ്റ് സെൽഫ് മീൻസ് ജീസസ് വാസ് നോട്ട് അറ്റ് ഓൾ ഹാൻഡ്ലിങ് ഹിസ് പേഴ്സ് ആൻഡ് ഹി നെവർ ടച്ച്ഡ് മണി. ടച്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ അക്ഷരാർത്ഥത്തിൽ അത് എടുക്കരുതേ. അയ്യോ, കർത്താവ് കണ്ട് കൈസർക്ക് കരം കൊടുക്കാൻ വേണ്ടി പൈസയും കൊണ്ടുവരാൻ പറഞ്ഞില്ലയോ, അന്നേരം കർത്താവ് തൊട്ടില്ലേ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. തൊട്ടില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് അതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടേയില്ല. അതുകൊണ്ടാണ് ഈ പണസഞ്ചി ഇവൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചത്. കള്ളനെ ഇത് ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ, യോഹന്നാനെ ഏൽപ്പിക്കാൻ പറ്റില്ല. യോഹന്നാനിൽ പരിശുദ്ധാത്മാവാണ്, ബാക്കി ശിഷ്യന്മാരെല്ലാം പരിശുദ്ധാത്മാവാണ്. അല്പമെങ്കിലും അശുദ്ധാത്മാവിന് ഗ്യാപ്പ് കൊടുക്കാൻ സാധ്യതയുള്ള ഇവനായതുകൊണ്ട് ഇവനെ അത് ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? ഇത്രയും കാര്യങ്ങൾ യൂദാ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, യേശു അവളെ വിടുക, അവളെ വിട്ടേര്, നീ വർത്താനമൊന്നും പറയണ്ട, എൻ്റെ ശവസംസ്കാരത്തിനായി സൂക്ഷിച്ചു വന്നിരിക്കട്ടെ, ദരിദ്രന്മാർ എല്ലായ്പ്പോഴും നിങ്ങളുടെ അടുക്കൽ ഉണ്ടല്ലോ. ഈ ഭാഗത്തല്ല, അത് മറ്റേ മർക്കോസിൻ്റെ സുവിശേഷത്തിലോ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. പണസഞ്ചി എടുത്തുകൊണ്ട് അവൻ പോയപ്പോൾ, അത് ഈ അവസരത്തിലല്ല, ഈ അവസരത്തിലല്ല, കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകി കഴിഞ്ഞപ്പോൾ അപ്പം എടുത്ത് യൂദായുടെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ യൂദ അവിടുന്ന് ഇറങ്ങിപ്പോയി. അവൻ്റെ ഉള്ളിൽ സാത്താൻ കടന്നു, അവൻ ഇറങ്ങിപ്പോയപ്പോൾ എന്തും കൂടെ അവൻ എടുത്തു. സാത്താൻ ഉള്ളിലുണ്ടല്ലോ, എന്തും കൂടെ അവൻ എടുത്തു, പണസഞ്ചിയും കൂടെ എടുത്തു. അപ്പോൾ ഈ മറ്റ് ശിഷ്യന്മാർ എന്താണ് വിചാരിച്ചത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണ്. മറ്റ് ശിഷ്യന്മാർ എന്താണ് വിചാരിച്ചത്? നിങ്ങൾ ആ അധ്യായം ഒന്ന് കണ്ടുപിടിക്കാമോ? അവരെന്താണ് വിചാരിച്ചതെന്നറിയാമോ? അവർ വിചാരിച്ചു ദരിദ്രന്മാരെ സഹായിക്കുവാനോ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിനോ ആണ് അവൻ പണം കൊണ്ടുപോയത് എന്ന് വിചാരിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം, ഈ പണസഞ്ചി ഉപയോഗിച്ചിരുന്നത് ദരിദ്രന്മാരെ സഹായിക്കുവാനും ദേവാലയ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആയിരുന്നു എന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം, നമുക്ക് അതിനുള്ള സമയം ഇപ്പോഴില്ല. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പണസഞ്ചി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം, ഇത് നമ്മളെ നാശത്തിലേക്ക് വഴി നടത്തുവാൻ സാധ്യതയുള്ള ഒന്നാണ്. എന്നാൽ അബ്രഹാം മഹാധനിയനായിരുന്നു. അബ്രഹാമിനെ പോലെ ജീവിച്ചാൽ പണം നിൻ്റെ ദാസനായിരിക്കും, അല്ലെങ്കിൽ പണം നിൻ്റെ മാസ്റ്ററായി പോകും. മണി
should never be your master, it should be your servant. എത്ര അധ്യായമാണ്? യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ തന്നെയാണ് അതാ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ തന്നെ കടന്നിരുന്നത്. 12-ാം അധ്യായം 7 നമ്മൾ ഇപ്പം വായിച്ചത്. യേശു അവളെ വിടുക, എൻ്റെ ശവസംസ്കാരത്തിനായി അവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. അതല്ല, അവൻ പുറത്തു പോയപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു ഇത് ദരിദ്രരെ സഹായിക്കുവാനോ അല്ലെങ്കിൽ ദേവാലയ ആവശ്യത്തിനോ പോയതായിരിക്കും. ഒറ്റാൻ പോയതാണെന്ന് ആരും വിചാരിച്ചില്ല. കാരണം ഇവൻ പണസഞ്ചി എടുത്തുകൊണ്ടാണ് പോയത്. അപ്പോൾ പണസഞ്ചി അതിനുവേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. 13-ാം അധ്യായം 29-ാം വാക്യത്തിൽ അതുണ്ട് എന്നിപ്പോൾ നമുക്ക് അറിവിട്ടിരിക്കുന്ന അത് തന്നെ 29-ാം വാക്യം. പണസഞ്ചി യൂദയുടെ പക്കലാകിയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. യേശു അതിന് മുമ്പ് പറയുന്നുണ്ട്, നീ ചെയ്യുന്നത് വേഗത്തിലങ്ങ് പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ എഴുന്നേറ്റ് പോവുകയാണ്, ഒറ്റിക്കൊടുക്കാൻ പോവുകയാണ്. പണസഞ്ചിയും എടുത്തു. അപ്പോൾ മറ്റുള്ള ശിഷ്യന്മാർ വിചാരിച്ചത് പെരുന്നാളിൽ വേണ്ടുന്നത് വാങ്ങിപ്പാനായിരിക്കാം, അല്ലെങ്കിൽ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ ആയിരിക്കാം. അപ്പോൾ കർത്താവിൻ്റെ പണസഞ്ചി ഉപയോഗിച്ചിരുന്ന ഈ 2 കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും. അല്ലാതെ കൈസർക്ക് കരം കൊടുക്കാനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൈസർക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാരോ കർത്താവോ കരം കൊടുത്തിട്ടില്ല എന്നുമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന ഇതൊന്നുമല്ല, ആത്മാവിൻ്റെ പ്രകാശമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു കത്തുന്ന ദീപമുണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് വഴികൾ ഒരു ടോർച്ച് ലൈറ്റ് അടിച്ച് രാത്രിയിൽ നടക്കുന്നവന് കാണാവുന്ന പാത കിട്ടുന്നത് പോലെ ആത്മാവ് നമ്മളെ വഴി നടത്തും. ആത്മാവിലും സത്യത്തിലും പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുമെന്നാണ്. ഇത് ആത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ സത്യത്തിൽ വഴി നടത്തും എന്നാണ് പറയുന്നത്. വഴി നടത്തുന്നത് ഇരുളിലാണെങ്കിൽ പ്രകാശം വേണം. അപ്പോൾ ആ പ്രകാശം പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് ആ ടാപ്പിൻ്റെ ആ പൈപ്പ് അങ്ങോട്ട് തുറന്നിട്ട് അത് ഒഴുക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ആത്മാവ് തന്നെ ദീപമായിട്ട് മാറും. അതാണ് മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദീപമാണത്. പരിശുദ്ധാത്മാവിൻ്റെ ലൈറ്റ് നമ്മുടെ ആത്മാവിലേക്ക് കത്തി നമുക്ക് ഉള്ളിൽ നിന്ന് ഇതെല്ലാം പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. അക്കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാണ് ഇനി ബാക്കിയിലേക്ക് പ്രവേശിക്കാം. 11-ാം വാക്യം. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിശ്രമിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് മരണത്തെ നമ്മൾ നിദ്രയായിട്ട് കാണുന്നത്. നിദ്ര പ്രാപിച്ചവർക്ക് വേണ്ടി അല്ലെങ്കിൽ വാങ്ങിപ്പോയവർക്ക് വേണ്ടി. യഥാർത്ഥത്തിൽ മരിച്ചവർക്ക് വേണ്ടി എന്ന് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ മരിച്ചവർ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ചില കാര്യങ്ങൾ പറയുന്നത് ഒന്നായിരിക്കാം, പക്ഷെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാവണം. അതിൽ മറ്റൊരു അതുപോലെയുള്ള വാക്കാണ് പരിശുദ്ധനായ എന്ന് പറയുന്നത്. പരിശുദ്ധനായ ദൈവം എന്ന് പറയുവാൻ പാടുണ്ടോ? ഉണ്ടോ? പക്ഷെ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. കാരണം ദൈവം ആരാലും പരിശുദ്ധൻ ആക്കപ്പെട്ടവനല്ല. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല എന്നാണ് നമ്മൾ ചൊല്ലുന്നതും വിശുദ്ധ കുർബാനക്രമത്തിൽ എഴുതിയിരിക്കുന്നതും. ആ എഴുതിയിരിക്കുന്നത് ശരിക്കും ശരിയല്ല. പിന്നെ ശരിക്കും ശരിയായത് ഏതാണ്? പരിശുദ്ധൻ ആകുന്ന പിതാവും എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ശരി. കാരണം പിതാവേ പരിശുദ്ധിയാകുന്നു, പുത്രനെ പരിശുദ്ധിയാകുന്നു, പരിശുദ്ധ റൂഹായെ പരിശുദ്ധിയാകുന്നു. പരിശുദ്ധനൊന്നുമല്ല, പരിശുദ്ധിയാകുന്നു. ശുദ്ധി എന്തോ അതാകുന്നു അവൻ. സുറിയാനിയിലൊക്കെ അത് കറക്റ്റാണ്, ഇംഗ്ലീഷിലും കറക്റ്റാണ്. ഹോളി ആർട്ട് ദ ഓ ഗോഡ്. കാദീഷ് ആത്ത് ആലോഹോ. കാദീഷ് വിശുദ്ധി എന്തോ അതാകുന്നു നീ എന്നാണ്. ആ വിശുദ്ധിയിൽ നിന്ന് നമ്മൾ പ്രാപിച്ചെടുക്കുന്ന വിശുദ്ധി കാരണം നമ്മൾ വിശുദ്ധരായവരാകുന്നു. ഉദാഹരണത്തിന് കാന്തത്തിന്മേൽ ഒരു ഇരുമ്പ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ചേർന്ന് കഴിഞ്ഞാൽ ആ ഇരുമ്പിന് കാന്തത്തിൻ്റെ എല്ലാ സവിശേഷതകളും വന്നു കയറിയാണ്. കാന്തത്തിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ ആ സവിശേഷത അപ്പോൾ തന്നെ കട്ടാവും. ഇതിനാണ് കൃപ കട്ടാകുക എന്ന് പറയുന്നത്. ചേർന്നിരുന്നു കഴിഞ്ഞാൽ കാന്തമാണത്. അല്ലെങ്കിൽ ആ ഇരുമ്പിനെ നമുക്ക് പറയാം കാന്തമായ ഇരുമ്പ് എന്ന് പറയാം.
പരിശുദ്ധനായ പരിമള തിരുമേനി, പരിശുദ്ധനായ ഗീവർഗീസാദ, പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ, പരിശുദ്ധയായ മാതാവ്. പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും, പരിശുദ്ധ ബാവാ തിരുമേനി എന്ന് പറയുന്നുണ്ട്, പരിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എന്ന് പറയുന്നത് തെറ്റല്ലേ? ആ പ്രയോഗത്തിൽ അങ്ങനെ പറയുന്നെങ്കിലും അതിൻ്റെ ഉള്ളിലെ അർത്ഥം ഇതാണ്. അതാണ് ചില വാക്കുകൾ പറയുന്നതിൻ്റെ സാരാംശത്തിലല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. അതുപോലെയാണിത്. നിദ്ര കൊള്ളുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശരിയായ പ്രയോഗം. മരിച്ചു എന്നുള്ളതല്ല. ഞങ്ങൾ മരിച്ചുപോയവരെ നീ ആശ്വസിപ്പിക്കണമേ എന്ന് പറയുന്നതിനേക്കാൾ നല്ല വാക്ക് ഞങ്ങൾ വാങ്ങിപ്പോയവരെ നീ ആശ്വസിപ്പിക്കണമേ. കാരണം ഇവിടുന്ന് ഒരു സ്റ്റേറ്റ് അങ്ങോട്ട് മാറി എന്നുള്ളതേ ഉള്ളൂ. ശരീരം അഴുകി എന്നുള്ളതേ ഉള്ളൂ. ഈ ഫോം മാറി മറ്റൊരു ഫോമിലേക്ക് കയറി. മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം, മറ്റേ വാക്യം എടുത്തിട്ട് ദുർവ്യാഖ്യാനം നടത്തുന്നവരോട് നമുക്ക് ഉത്തരം പറയാനില്ലാതാവും. ഏത് വാക്യം? 117-ാം സങ്കീർത്തനത്തിലെ 115-ാം സങ്കീർത്തനത്തിലെ എത്രാമത്തെ വാക്യമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അവസാനത്തെ ഒരു വാക്യമാണ്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നില്ല. മരിച്ചവർക്കത് പറ്റത്തില്ല. കാരണം കൃപ കട്ടായവരെയാണ് മരിച്ചവർ എന്ന് പറയുന്നത്. അല്ല, ശരീരത്തിന് ജീവനുമായിട്ട് അതിന് ബന്ധമില്ല. ശരീരത്തിന് ജീവനുള്ളപ്പോൾ തന്നെ കൃപ കംപ്ലീറ്റ്ലി കട്ടായി കഴിഞ്ഞവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല. മാമോദീസ മുങ്ങി കൃപയിൽ നിറഞ്ഞു, പക്ഷേ ലോക വ്യാപാരങ്ങളിൽ പാപത്തിൽ ജീവിക്കുമ്പോൾ ഈ ഫ്ലോ കംപ്ലീറ്റ്ലി കട്ടാവും. കുറച്ച് നാളൊക്കെ പന്തൽ വെയ്ത്ത് നടത്തും. കുറച്ച് നാൾ. എന്താണ് പന്തൽ വെയ്ത്ത് എന്ന് പറഞ്ഞാൽ? പഴയ ആൾക്കാർക്ക് അറിയാമല്ലോ. പന്തൽ വെയ്ത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ഓ, നിങ്ങളെന്തോ ആൾക്കാരത് പന്തൽ വെയ്ത്ത് എന്ന് കേട്ടിട്ടില്ല? പന്തൽ വെയ്ത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഈ ഹോളിൽ മാത്രം പോയി കല്യാണം കൂടുന്നതുകൊണ്ടാണ് ഇതൊന്നും അറിയാൻ വയ്യാത്തത്. പന്തൽ വെയ്ത്ത് എന്ന് പറഞ്ഞാൽ പഴയ കല്യാണങ്ങളൊക്കെ നടക്കുന്നത്. എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്ത പെങ്ങളുടെ കല്യാണം നടത്തിയത് ഒരാഴ്ച കൊണ്ട് വീട്ടിലാഘോഷമാണ്. പന്തലിടും, വീട്ടിൽ തന്നെ പന്തലിടും. പന്തൽ ഈ ടാർപ്പ ഇങ്ങനെ ഇട്ടേക്കും. ആളുകൾ വരും പോകും, വരും പോകും. അപ്പോൾ എപ്പോഴെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പന്തലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കുഴിയും. മഴ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിനകത്ത് നിൽക്കുന്ന ആൾക്ക് ഈ മഴയുടെ ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കാം. ഇരച്ച് പെയ്യുമ്പോൾ. ഇവിടെ ആണെങ്കിലും ഈ ആസ്പിറ്റോ ഷീറ്റ് സൈഡിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് മഴ പെയ്താൽ ഭയങ്കര ശബ്ദമാണ്. ആ ശബ്ദം ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ ഭയങ്കര ശബ്ദം കേൾക്കാം. കാരണം ഈ പന്തലിലോട്ട് വീഴുകയാണ്. ആ പന്തൽ കുഴിഞ്ഞു, അവിടെ ഒരു കുളം പോലെയായി, ചെറിയൊരു കുളം പോലെ അവിടെ ആകും. ഏതാ? ഭൂമിയിലല്ല, ആ പന്തലിൽ തന്നെ. അപ്പോൾ മഴ പെയ്യുമ്പോൾ നല്ല ശബ്ദം കേൾക്കും. അകത്തിരിക്കുന്നവന് ഈ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഇവൻ നോക്കിയപ്പോൾ ഭയങ്കര മഴ തന്നെ. കാരണം എന്താ? ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതങ്ങോട്ട് നിൽക്കുന്നില്ലല്ലോ ഈ മഴ എന്ന് പറഞ്ഞുകൊണ്ട് കതവ് തുറന്നു നോക്കിയപ്പോൾ മഴയൊക്കെ നിന്ന് നല്ല വെയിൽ. പിന്നെ ഈ ശബ്ദം എങ്ങനെ കേട്ടു? ഈ കുഴിഞ്ഞ വെള്ളം ആ പന്തലിൻ്റെ സൈഡിൽ കൂടെ ശക്തമായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സംശയമുണ്ട്, ഈ മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി, ഈ ആസ്പെറ്റോ ഷീറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ ശക്തമായിട്ട് വീഴുന്ന ശബ്ദം കേൾക്കാം. ഈ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് പുറത്തേക്ക് നോക്കാതെ അകത്ത് അടച്ചിരിക്കുന്നതിൻ്റെ വിചാരം എന്താണ്? ഭയങ്കര മഴയാണെന്നാണ്. മഴയാണ്, മഴ പോലെ തന്നെയാണ്, സംശയമൊന്നുമില്ല, വെള്ളം തന്നെയല്ലേ വീഴുന്നത്. പക്ഷേ ഇതങ്ങ് തീരും ഇച്ചിരി കഴിയുമ്പോൾ. പിന്നെ ആബ്സല്യൂട്ട് ഡ്രൈനെസ് ആണ്, അവിടെ കട്ടായി. അതായത് ഗ്രേഷ്യസ് പീരീഡാണ് ഈ പന്തൽ വെയ്ത്ത് എന്ന് പറയുന്നത്. ഗ്രേസ് പീരീഡ്. ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പന്തൽ വെയ്ത്ത് കംപ്ലീറ്റ്ലി കട്ടാവും. പിന്നെ നിങ്ങൾക്ക് ആരാധിക്കുവാനോ സ്തുതിക്കുവാനോ ഒന്നും പറ്റില്ല. നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ ജീവൻ സാത്താനിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ സാത്താനിൽ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മരിച്ചു, മൗനതയിലായി, നിങ്ങൾക്ക് സ്തുതിക്കുവാൻ പറ്റില്ല എന്നാണ് 115-ാം സങ്കീർത്തനത്തിലെ വാക്യത്തിൻ്റെ അർത്ഥം. 115-ാം സങ്കീർത്തനം 17-ാം വാക്യം. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല, അവർക്ക് സ്തുതിക്കാൻ പറ്റത്തുമില്ല. അത് വാ തുറക്കും വരെ അവർക്ക് മുഷിപ്പാവും. കാരണം അവർ മരിച്ചു, അവരുടെ ജീവൻ
സാത്താനിൽ മറിഞ്ഞിരിക്കുന്നു. എന്നാൽ കൃപാവരമുള്ളവൻ അവനും മരിക്കുന്നു, അവൻ്റെ ജീവൻ ക്രിസ്തുയേശുവിൽ മറിഞ്ഞിരിക്കുന്നുകൊണ്ട് അവൻ നിത്യം സ്തുതിക്കും. അവൻ്റെ കാര്യമാണ് തൊട്ടടുത്ത വചനത്തിൽ പറയുന്നത്, നാമോ ഇന്നു മുതൽ എന്നേക്കും. അവിടെ തന്നെ അതിൻ്റെ ശാസ്ത്രം ക്ലിയർ ആണല്ലോ. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. ഇത് പറയുന്നവർ തന്നെ അടുത്ത വചനം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ, നാമോ, ആ നാമോ എന്നുള്ളിടത്ത് ഞാനോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ മരിക്കുന്നില്ല എന്നർത്ഥമുണ്ട്. അപ്പോൾ മരിച്ചവർ വേറെ എന്തോ ആണെന്നും മനസ്സിലാക്കാൻ ഇതിന് വലിയ ഡോക്ടറേറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ കർത്താവിൻ്റെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിന് വരെ ഇതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു കാലത്ത് നടന്നുകൊണ്ടിരുന്നതെന്നറിയാമോ? ഒരു കാലത്ത് ഈ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത സഹോദര സഭകൾ ഈ ഒരു വാക്യമായിരുന്നു പ്രധാനമായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. ഈ ഒരൊറ്റ വാക്യമാണ് തുടങ്ങിയത്. പിന്നീടത് ആ ഒരു രീതിയിലേക്ക് അത്തരം ചിന്തകൾ വളരുകയും വേദശാസ്ത്രങ്ങളെല്ലാം ലൗകിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ വളർത്തിയെടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അനുഗ്രഹിക്കുന്ന ദൈവം, ശാപം മാറ്റുന്ന ദൈവം, കഷ്ടതകൾ തരാത്ത ദൈവം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്ക് അവരുടെ വേദശാസ്ത്രം വളർന്നു പോയത്. അനേകം ആളുകൾ അവരുടെ പുറകെയുണ്ട്. അങ്ങനെയാണത്. അനേകം ആളുകൾ അവരുടെ പുറകെയുണ്ട്. സാമ്പത്തികമായ അനുഗ്രഹം ഒരു വലിയ അനുഗ്രഹമായി കരുതുന്നവരുണ്ട്. നല്ലതാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് ഒരു ദരിദ്രൻ കിടപ്പുണ്ട്, അവന് ദൈവാനുഗ്രഹം ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ എന്നോട് പിണങ്ങത്തില്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ അടുത്തിടയ്ക്ക് കർത്താവിനെ സാക്ഷിച്ച എന്ന് ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടുന്ന ഒരു പെൺകൊച്ചാണ്. അവളെ ഞാൻ അഭിനന്ദിക്കുന്നു. ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് വനിതാ താരം, എന്താ ഉള്ള പേര്? ജമീമ റോഡ്രിഗസ് അല്ലേ, അങ്ങനെയല്ലേ പേര്? അവൾ ക്രിസ്തുവിനെ സാക്ഷിച്ചു. കർത്താവാണ് ആ ഗെയിം ക്യാരി ചെയ്ത് നമ്മൾ ഏറ്റു പറഞ്ഞു. നല്ലതായി, വളരെ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. എൻ്റെ ഒരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഈ തോറ്റവരുടെ കൂടെ കർത്താവ് ഇല്ലായിരുന്നോ? അപ്പോൾ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് സാക്ഷ്യമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കർത്താവിനെ അവൾ ലോകം മുഴുവൻ സാക്ഷിച്ചു, നല്ലത് തന്നെ. ഇപ്പുറത്ത് നിൽക്കുന്ന ഓസ്ട്രേലിയൻ ടീം ഫുൾ ക്രിസ്ത്യൻസാണ്. ഇവിടെ അത്രയും ഇല്ല. സാക്ഷ്യമൊക്കെ നല്ലത് തന്നെ. പക്ഷെ സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താണ്? നിങ്ങളുടെ ജീവിത വിശുദ്ധിയാണ് നിങ്ങളുടെ സാക്ഷ്യം. അല്ലാതെ അത് ചെയ്തു, അത് നന്നു, അങ്ങോട്ട് ഓടിയപ്പം വീണു, പകുതിയേ മുറിഞ്ഞുള്ളൂ, ബാക്കി പകുതി കർത്താവ് രക്ഷിച്ചു. ബസ് നോക്കി നിൽക്കുകയായിരുന്നു, കൈ കാണിച്ചു, ബസ് നിർത്തിയില്ല. രാവിലെ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി, ഒന്നും നടന്നില്ല. പുറകേതാ വരുന്നു വോൾവോ ബസ്. അത് കൈ കാണിക്കാതെ തന്നെ നിർത്തിക്കൊടുത്തു. കർത്താവിൻ്റെ മഹാ അത്ഭുതം എൻ്റെ ദാസനിൽ പ്രവർത്തിക്കുന്നു. കുറച്ചങ്ങോട്ട് ദൂരം പോയപ്പോൾ മറ്റേ ബസ് മറിഞ്ഞ് കൊക്കെ കിടക്കുന്നു. കർത്താവ് അത്ഭുതകരമായിട്ട് തൻ്റെ ദാസനെ വീണ്ടെടുത്ത് രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് വീണ് മരിച്ചു പോയൊരു അല്ല, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു അപക്വമായ സ്പിരിച്വാലിറ്റി. ഇതല്ല, നമ്മളെ ഏതവസ്ഥയാണെങ്കിലും, അത് അപകടത്തിൽപ്പെട്ട അവസ്ഥയാണെങ്കിലും അല്ലെങ്കിൽ അപകടത്തിൽപ്പെടാത്ത അവസ്ഥയാണെങ്കിലും, ക്രിസ്തു സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടോ? അതാണ് പ്രധാനപ്പെട്ട സാക്ഷ്യം. ഈ കൊച്ചു പറഞ്ഞതിൽ കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു, അത് സാക്ഷ്യമാണ്, ഇല്ലെന്ന് ഇന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം ലൗകികമായ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സാക്ഷ്യങ്ങളെ ഇപ്പം വരുന്നുള്ളൂ. അതാണ് പ്രശ്നം. കളി ജയിക്കുക, എക്സാം പാസ്സാകുക, ഗർഭിണിയാകുക, എല്ലാം ദൈവാനുഗ്രഹമാണ്. ഇതൊന്നും ദൈവാനുഗ്രഹം അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യഥാർത്ഥ സാക്ഷ്യം എന്താ? ഭൂലോകം മുഴുവൻ പോയി എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞാൽ കളി ജയിച്ച് കാണിക്കാനാണോ അർത്ഥം? ഭൂലോകം മുഴുവനും പോയി എൻ്റെ പ്രതിനിധിയായിട്ട്
നിൽക്കാനാണ്. പ്രതിനിധി. എഫേസ്യ ലേഖനത്തിൽ അങ്ങനെയൊരു വചനമുണ്ട്. പ്രതിനിധിയായിട്ട് നിൽക്കണം, ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി നിൽക്കണം എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. ഇങ്ങനെ ആ വചനം എഫേസ്യ ലേഖനത്തിലാണോ? അങ്ങനെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി എന്ന് തുടങ്ങുന്ന വചനം എഫേസ്യ ലേഖനത്തിലാണോ? ആയിരിക്കാം. 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഞാൻ ചെങ്കല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ ഞാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും അങ്ങനൊരു വചനം ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച വചനം അതല്ല. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 20-ാം വാക്യമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 20-ാം വാക്യം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ഞാൻ ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അപ്പോൾ പൗലോസ്ലീഹ ക്രിസ്തുവിന് പകരമായി ക്രിസ്തുവിനെ പോലെ നിൽക്കുകയാണ്. ഇതാണ് സാക്ഷ്യം. അതിൻ്റെ കൂടെ കർത്താവ് നമുക്ക് തരുന്നതാണ് ഈ വിജയങ്ങളും അതോടൊപ്പം പരാജയങ്ങളും. പരാജയങ്ങളും കർത്താവ് തന്നെ തരും, അല്ല വിജയങ്ങൾ മാത്രമല്ല. ഞാൻ പറഞ്ഞിട്ട് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ലേഡി, ഷീ ഷുഡ് ഹാവ് ടോൾഡ് that Jesus carried us all through the way and we got defeated. Thank you, Lord Jesus. That would have been a better testimony. അല്ലേ? കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവൾ പറയേണ്ടതായിരുന്നു, കർത്താവ് ഞങ്ങളുടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി, കർത്താവിന് നന്ദി പറയുന്നു. അതും സാക്ഷിയാണ്. നമ്മളറിയാതെ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വിജയങ്ങൾ മാത്രമാണ് സാക്ഷ്യങ്ങൾ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. ലാസറിന് ദീനം വന്നു, അസുഖം വന്നു, അവൻ്റെ ശരീരം അഴുകിപ്പോയി, വലിയ സാക്ഷ്യമായിട്ട് മാറി. ദൈവം തമ്പുരാൻ മഹത്വപ്പെട്ടു. അത് ലാസർ ദീനമായിട്ട് കിടക്കുന്ന അവസ്ഥയെ കർത്താവ് ബോധപൂർവം ആ അവസ്ഥ നീട്ടിക്കൊടുത്ത് അവനെ മരിക്കാൻ അനുവദിക്കുക മാത്രമോ, ശരീരം അഴുകാൻ പോലും വിട്ടുകൊടുത്തു. സ്നേഹിതനാണെന്ന് ഓർക്കണം. സ്നേഹിതൻ. എന്ത് സംഭവിച്ചു? വെറും രോഗസൗഖ്യത്തിൽ നിന്നുള്ള വിടുതലിന് പകരം മരിച്ചവനെ ഉയർപ്പിച്ച അവസ്ഥയിലേക്ക് കർത്താവ് അവനിൽ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുകയും അവൻ്റെ ശരീരം കർത്താവിൻ്റെ ജീവൻ്റെ ശബ്ദത്തിൻ്റെ ഉച്ചാടനത്താൽ മഹത്വീകരിക്കപ്പെടുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. നമുക്ക് വായിക്കാം. ഇത് പറഞ്ഞിട്ട് 11-ാം വാക്യം. ഇത് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിൽ ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. നിദ്ര കൊള്ളുന്നവനെ ഉണർത്തുവാൻ പറ്റും, പക്ഷേ മരിച്ചവനെ ജീവിപ്പിക്കണമെങ്കിൽ യേശു തന്നെ വിചാരിക്കണം. നിദ്ര കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് തന്നെ നമ്മളിലുള്ള ദൈവിക ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഉണർത്തിയെടുക്കാൻ പറ്റും. ശ്രദ്ധിച്ചോണം. നമുക്ക് ബലഹീനതകൾ വരുമ്പോഴോ നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോഴോ നമ്മളിലും കൃപാവരം നഷ്ടപ്പെടും. കൃപാവരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളിൽ ഓൾറെഡി നിക്ഷേപിച്ചിട്ടുള്ള ആത്മീയ നൽവരം കൊണ്ട് നമുക്ക് തന്നെ നഷ്ടപ്പെട്ടു പോയ കൃപാവരത്തെ ഉണർത്തിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ കംപ്ലീറ്റ് കട്ടായി കിടന്നു കഴിഞ്ഞാൽ ഉള്ളിലൊന്നുമില്ല, പിന്നെ എങ്ങനെ ഉണർത്തുന്നത്? അതിന് കർത്താവ് തന്നെ വീണ്ടും വരേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പൊണോഗ്രാഫിക്ക് അഡിക്റ്റായിട്ടുള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തതിൻ്റെ കാര്യം. ഒരു സാധാരണ അവൻ്റെ തന്നെ ഉള്ളിലുള്ളതോ അല്ലെങ്കിൽ അത്രയ്ക്ക് ശക്തമായ ആത്മീയപരം ഉള്ളവനോ അവന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ കർത്താവ് തന്നെ ഡയറക്റ്റ് ഇടപെടണം. കാരണം പോണോഗ്രഫി എന്ന് പറയുന്നത് അശ്ലീലത്തിൽ, സെക്ച്വാലിറ്റി, ഫോർണിക്കേഷൻ, അഡൽട്ടറി, വ്യഭിചാരം, പരസംഗം, ആഭിചാരം, ഇതൊക്കെ സാത്താൻ്റെ ഡയറക്റ്റ് ലോകമാണ്. ഡയറക്റ്റ് ലോകം. അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ മുഴുവൻ കൃപാവരവും നഷ്ടപ്പെടും. പിന്നെ മരിച്ചവനാകും. അവന് ദൈവത്തെ സ്തുതിക്കുവാനോ
അവൻ രക്ഷപ്പെടുവാനോ സാധിക്കില്ല അൺലെസ് ഓർ അതർവൈസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഡയറക്റ്റ്ലി ഇൻ്റർമീഡിയേറ്റ് ഇൻ ഇറ്റ്. അല്ലാതെ നടക്കത്തില്ല. അത്രയ്ക്ക് ശക്തമായ വ്യാപാര ലോകം. അതുകൊണ്ടാണ് പിശാച് ഈ ലോകത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വച്ചിരിക്കുന്നത്. ചെറുപ്പക്കാരും യുവതികളും പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും പ്രായഭേദമന്യേ എല്ലാവരും ഇതിലേക്ക് തകർന്ന് വീണ് തരിപ്പണമായി കിടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഈ വിശുദ്ധി നമ്മൾ കാക്കുവാൻ ശ്രദ്ധിച്ചാൽ പരിമല തിരുമേനിയെക്കാളിലും മാത്യു സമ്പാച്ചനേക്കാളിലും വിശുദ്ധരാകാം. കാരണം പരിമല തിരുമേനിയുടെ കാലത്ത് ഇത്രയും അശുദ്ധി ഇല്ലായിരുന്നു. അവർക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ഇന്നങ്ങനല്ല. എവിടെ നോക്കിയാലും അശ്ലീലവും തിന്മയുടെ വ്യാപാരവുമാണ്. കുഞ്ഞുങ്ങളുടെ മനസ്സ് നിറയെ അപക്വമായ ചിന്തകളും അപക്വമായ വാക്കുകളുമാണ്. അത് പറയുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ അവർക്ക് യാതൊരു മടിയില്ല. അതുകൊണ്ടിപ്പോൾ വചന ആവശ്യത്തിന് പോലും യൂട്യൂബ് തുറക്കാൻ നമുക്ക് പറ്റില്ല. എന്തെങ്കിലും കാരണവശാൽ ഒരു വീഡിയോ ക്ലിപ്പോ വല്ലതും കാണേണ്ടി വന്നാൽ അതിനകത്തൊരു തെറിവാക്ക് കാണും. എന്ത് ചെയ്യാൻ? അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെവി അപ്പോഴേ അശുദ്ധമാവും. അത്തരം ഒരു ലോകത്തിലേക്ക് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശുദ്ധി കാക്കുന്നവന് അത്യത്ഭുതമായ കലവറ ദൈവം തുറന്നു തരും. കാരണം പരീക്ഷ പാസ്സാകുന്നതോ ക്രിക്കറ്റ് കളി ജയിക്കുന്നതോ അല്ലെങ്കിൽ രോഗം മാറുന്നതോ മരണത്തിൽ നിന്ന് വിടിയിക്കപ്പെടുന്നതോ എന്നുള്ളതിനേക്കാളൊക്കെ ഉപരിയായി ജഡീക സുഖത്തിന്മേൽ വിജയം വരിച്ചാൽ അതിൽ പരം കർത്താവിന് സന്തോഷമുള്ള വേറൊരു കാര്യമില്ല. നിൻ്റെ ജഡത്തെ നീ തോപ്പിച്ചാൽ ഇത്രയും സ്വർഗം സന്തോഷിക്കുന്ന ഒരു കാര്യമില്ല. അല്ലാതെ ഞാൻ 500 ദിവസം ഉപവാസം എടുത്തു അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങ് ആത്മീക അഭിവൃദ്ധി പ്രാപിച്ചു എന്നൊക്കെ പറയുന്നതിനേക്കാളിൽ നിനക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ കീഴടക്കുവാനും ആ ഇരുളിനെ ശാസിച്ചമർത്തി ഇത് കർത്താവിൻ്റെ മന്ദിരമാണ്, എന്നോട് മത്സരിക്കേണ്ട കാര്യമില്ല, നീ എത്ര ടെംപ്റ്റേഷൻ കൊണ്ടുവന്നാലും ഞാൻ ഈ പാപം ചെയ്യുകയില്ല എന്ന് അവനോട് പ്രഖ്യാപിക്കുന്ന മൊമെൻറ്റിൽ ശക്തി ഇറങ്ങും. അങ്ങനെ പ്രഖ്യാപിച്ചെങ്കിലേ അത് ഇറങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവമേ ഇത് ബലഹീനതയാണല്ലോ, എൻ്റെ ബലഹീനതയാണല്ലോ, ഈ ബലഹീനതകൾ സഹായിപ്പാൻ കഴിവുള്ളവനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴുവഴപ്പ് ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശക്തിയൊന്നും ഇറങ്ങത്തില്ല, പാപത്തിൽ നമ്മൾ വീഴും. അതേസമയം നമ്മൾ ശക്തമായി ദൈവസന്നിധിയിൽ ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്, എൻ്റെ ശരീരത്തിന്മേൽ പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മയുണ്ട്, നിന്നെ ഞാൻ ഈ പാപത്തിന് എൻ്റെ ജഡത്തെ വിട്ടുകൊടുക്കുവാൻ ജഡീക സുഖങ്ങൾക്ക് ഞാൻ അനുവദിക്കത്തില്ല എന്ന് നീ പ്രഖ്യാപിച്ചാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോൾ ഒരു ശക്തി എക്സ്ട്രാ തരും, വലിയൊരു ആനന്ദവും തരും, പിന്നെ വലിയൊരു പ്രൊട്ടക്ഷനും ഒക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ജഡീക സുഖങ്ങളെ ജയിക്കുവാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുവാനും അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ സ്വർഗം അത്യധികമായിട്ട് സന്തോഷിക്കും. നമുക്ക് താഴോട്ട് വായിക്കാം. ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമുക്ക് ഉണർത്തണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കൃപാവരങ്ങൾ അവശേഷിക്കണം. ബലഹീനതകൾ അറിയാതെ വന്ന് തെറ്റുകൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ ആ കൃപാവരം തിരിച്ചു കിട്ടുകയും മറ്റ് കൃപാവരങ്ങൾ ഉള്ളതിൻ്റെ ശക്തിയാൽ നമുക്ക് നിദ്രയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുവാൻ സാധിക്കുകയും ചെയ്യും. അതേസമയം മരിച്ചുപോയാൽ, കൃപ മുഴുവൻ കട്ടായിപ്പോയാൽ ഇത് സാധിക്കത്തില്ല. അതിന് കർത്താവ് തന്നെ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറയുകയും ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ പറയുകയും ചെയ്യണം. 12-ാം വാക്യം, 11-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നവരോട് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, ലാസർ യഥാർത്ഥത്തിൽ നിദ്ര കൊള്ളുകയാണ്. കർത്താവ് അവനെ ഉണർത്തുവാനാണ് പോകുന്നത്. എന്നാൽ ശിഷ്യന്മാർക്ക് ഈ നിദ്ര കൊള്ളുക, മരിച്ചു പോവുക എന്നുള്ളതിൻ്റെ
യഥാർത്ഥമായ അർത്ഥം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് പിന്നീട് കർത്താവ് പറയുന്നുണ്ട്, അവൻ സ്പഷ്ടമായി അവരോട് ലാസർ മരിച്ചു പോയിരിക്കുന്നു. ഈ ലാസറിൻ്റെ മരണം പല കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മരിച്ച അവസ്ഥ എന്താണ്, നിദ്ര കൊണ്ട അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി ഒരു വിശ്വാസിക്ക്, തന്നെ അനുഗമിക്കുന്ന ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണിത്. നിദ്ര കൊള്ളുന്നവനെ ഉയർത്താം, മരിച്ചവനെ ഉയർപ്പിക്കേണ്ടി വരും. നിദ്ര കൊള്ളുന്നവനെ ഉണർത്താം, മരിച്ചവനെ ഉണർത്തിയാൽ പറ്റില്ല, അവനെ ഉയർപ്പിക്കണം. അപ്പോൾ ലാസറിനെ നിദ്ര കൊള്ളിച്ച് ഒരവസ്ഥ കർത്താവ് ഉണ്ടാക്കി. പക്ഷേ ഇവർക്ക് മനസ്സിലാകേണ്ടതിന് അവൻ സ്പഷ്ടമായി മരിച്ചുപോയി, അല്ലെങ്കിൽ മരിച്ച അവസ്ഥയിലേക്ക് അവനെ ആക്കി അഴുകുന്ന അവസ്ഥയ്ക്ക് അവനെ എത്തിക്കുമ്പോൾ എനിക്ക് അവനെ ഉയർപ്പിക്കുവാനുമുള്ള ശക്തിയുണ്ട് എന്ന് കർത്താവ് ബോധപൂർവ്വം അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഈ രണ്ട് ക്രമീകരണങ്ങളും ലാസറിൻ്റെ ശരീരത്തിൽ നടത്തുന്നുണ്ട്. രണ്ടവസ്ഥകളും. അവൻ നിദ്ര പ്രാപിച്ചു, അവൻ മരിച്ചു. താഴ്ത്ത് വായിക്കാം. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മരിച്ചുവെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കുറച്ചു മുമ്പ് ഞാനെന്താ പറഞ്ഞത്? ലാസറിനെ നിദ്ര കൊള്ളുന്ന അവസ്ഥയിലും മരിച്ച അവസ്ഥയിലും കർത്താവ് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ലോകത്തിന് വലിയൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ലാസർ എന്നുള്ളതൊരു പരീക്ഷണ വസ്തു തന്നെയാണ്. ശിഷ്യന്മാരെയും ലോകത്തിനെയും ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും ദൈവമഹത്വം എങ്ങനെ വെളിപ്പെടുത്തും എന്നുള്ള കാര്യവും പിന്നീട് കർത്താവിൻ്റെ ഉയർപ്പും എങ്ങനെ സംഭവിക്കും എന്നുള്ള പല പല കാര്യങ്ങൾ ഈ ഒരൊറ്റ മരണത്തിൽ കൂടി കർത്താവ് പഠിപ്പിക്കുവാൻ വേണ്ടി ലാസറിനെ നിദ്ര കൊള്ളിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാർ പറയുകയാണ്, നിദ്ര കൊള്ളുവാണെങ്കിൽ ഉറപ്പാണ് നീ അവന് സൗഖ്യം വരും. അതിൻ്റെ അകത്തെ അർത്ഥം മരിച്ചു പോയെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, അങ്ങോട്ട് പോകണ്ടായല്ലോ. 3.5 കൊല്ലം കൂടെ നടന്നിട്ടും ശിഷ്യന്മാരുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കർത്താവിനെ വിശ്വസിച്ചിരിക്കുന്നത്. എൻ്റെ അവസ്ഥ ഭീകരമായി കഴിഞ്ഞു, ഇനിയും ആര് വിചാരിച്ചാലും ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഒന്നും സംഭവിക്കില്ല എന്ന് പടുകുഴിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ച് പോകാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഏത് പടുകുഴിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുവാൻ യേശുവിൻ്റെ കൈക്ക് ബലമുണ്ട്. അപ്പോൾ 13-ാം വാക്യത്തിൽ യേശുവോ കുറേ കൂടെ സ്പഷ്ടമായിട്ട് പറയാണ്, അവൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി. ഇനിയിപ്പം നിദ്ര എന്നുള്ള അവസ്ഥയിൽ നിന്ന് അവൻ മരിച്ചു, അവൻ പൂർണ്ണമായിട്ട് മരിച്ചു. മരിച്ചു കഴിഞ്ഞാൽ അഴുകും. നിദ്ര അവസ്ഥയിൽ നിന്ന് നമുക്ക് ഉണർവുണ്ട്. മൗനതയിലും മരിച്ചവർക്കും ആർക്കും ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല. പക്ഷേ പാതാളത്തിൽ കിടക്കുന്ന, അതായത് കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ ചെയ്തു പോകുന്ന ബലഹീനതകൾ കാരണം പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന ദേഹി മുഖാന്തരം നമുക്ക് ദൈവത്തിൽ നിന്ന് അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ, സ്തുതിക്കാനുള്ള ഒരു വൈമുഖ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദൈവിക സാമീപ്യം നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആ പിശാചിൻ്റെ കയ്യിലിരിക്കുന്ന ദേഹിയെ ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് തിരിച്ചു പിടിക്കുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ടാണ് കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങിയതും ഇപ്പോഴും പാതാളത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം പാതാളത്തിൽ നിന്ന് പറുദീസയിലേക്കും പറുദീസയിൽ നിന്ന് പാതാളത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയുണ്ട്. എന്ന് പറഞ്ഞാൽ പറുദീസയിലിരിക്കുന്നവൻ എപ്പം വേണേലും പാതാളത്തിൽ വീഴാം, പാതാളത്തിലിരിക്കുന്നവന് എപ്പം വേണേലും ദൈവിക ആനന്ദമായ പറുദീസയിലേക്ക് പ്രവേശിക്കാം. എന്നാൽ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കോ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കോ വഴി ഇല്ല. അത് കർത്താവ് രണ്ടാമത്തെ വരവിന് ശേഷമുള്ള കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. അതെന്താണ്? ഞാൻ അവിടെ ഇല്ലായിരുന്നതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാനിടയാകുമല്ലോ. ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. അവിടെ എന്താണ് കർത്താവിന് സന്തോഷം? നിങ്ങൾ വിശ്വസിപ്പാനിടയാകുമല്ലോ. നിങ്ങൾ പറയൂ, അവിടെ എന്താണ് കർത്താവിന് സന്തോഷം?
പറയാമോ? നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. എന്താണ് സന്തോഷം? കർത്താവിൻ്റെ സന്തോഷം എന്താണ്? കർത്താവ് ബോധപൂർവം താമസിച്ചത് ഈ ഒരൊറ്റ സന്തോഷത്തിന് വേണ്ടിയാണ്. നിങ്ങൾ വിശ്വസിപ്പാനിടയാകുമല്ലോ. എന്ത് വിശ്വസിപ്പാനിടയാകും? എന്ത് വിശ്വസിപ്പാനിടയാകും? പറയൂ, ഇവിടെ പറയൂ. ഞാൻ രാവിലെ കൗൺസിൽ ചെയ്ത ആൾ പറയണ്ട, ഇവിടെ പറയൂ. കൗൺസിലിങ്ങിന് വന്ന ആൾ പറയണ്ട, ഞാൻ ഈ കാര്യം ഐ ഹാവ് റിവീൽഡ് യു. ജീവൻ്റെ ഉടയവൻ കർത്താവാകുന്നു എന്ന് വിശ്വസിപ്പാൻ ഇടയാകും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവുണ്ടോ? നിങ്ങൾ വിശ്വസിപ്പാനിടയാവുമല്ലോ. ഞാൻ അവിടെ ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുവാനിടയാവില്ല. എന്താണ് പറഞ്ഞത്? അതാണ് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകും. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. അല്ല ലാസറിനെ ഉയർപ്പിച്ച് കാണിച്ചിട്ട് എനിക്ക് അത്ഭുതം ചെയ്യുവാൻ കഴിവുണ്ട് എന്നുള്ളത് വിശ്വസിപ്പാൻ ഇടയാകും എന്നുള്ളതല്ല. അതിൽ കർത്താവിന് വലിയ സന്തോഷമില്ലെന്ന് പറഞ്ഞാൽ അതൊന്നും കർത്താവിൻ്റെ പ്രയോറിറ്റി അല്ല. മരിച്ചവരെ ഉയർപ്പിക്കുക, അത്ഭുതങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ കുരുടനെ സൗഖ്യമാക്കുക, വെള്ളത്തെ വീഞ്ഞാക്കുക, ഇതൊന്നും പ്രയോറിറ്റി അല്ല. എന്ന് പറഞ്ഞാൽ അതിനൊട്ടും പ്രാധാന്യമില്ല എന്നൊന്നുമല്ല. പക്ഷേ എല്ലാ അത്ഭുതങ്ങളിലും മുകളിലായിട്ട് യേശു ദൈവപുത്രനാണ്, ദൈവമാണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് കർത്താവ് നടത്തിയ എല്ലാ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും സാരാംശമെന്ന് യോഹന്നാൻ സാക്ഷീകരിക്കുന്നു. അല്ല കുരുടനെ സൗഖ്യമാക്കിയതിൽ ആ സൗഖ്യമാക്കലിലോ, വെള്ളത്തെ വീഞ്ഞാക്കിയതിൽ ആ വീഞ്ഞാക്കലിലോ, അല്ലെങ്കിൽ തളർവാദിയെ സൗഖ്യമാക്കിയതിൽ ആ സൗഖ്യമാക്കിയതിലോ, ലാസറിനെ ഉയർപ്പിച്ചതിൽ ലാസറിൻ്റെ മരണത്തെ ഉയർപ്പിച്ചതിലോ അല്ല. ഇവിടെ എല്ലാം ഏതൊക്കെ രീതിയിൽ ദൈവനാമം മഹത്വപ്പെട്ട് ദൈവപുത്രനാണ് താനെന്ന് വെളിവാക്കുവാനും ഈ മരണത്തിലൂടെ നിങ്ങൾ വിശ്വസിപ്പാനും ഇടയാകും. എന്ത് വിശ്വസിപ്പാൻ? ഞാൻ 3-ാം ദിവസം ഉയർത്തി നിൽക്കും. അത് ഇതുമൂലം വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നു. ഞാനവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. കാരണം ഇവിടെ ശ്രദ്ധിക്കണം, ലാസറിനെ മരിപ്പാൻ അനുവദിച്ചു, രോഗം നീട്ടിവെച്ച് അനുവദിച്ചു കൊടുത്തു, സഹോദരിമാർ വിഷമിക്കുവാൻ അനുവദിച്ചു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ ഉയർത്തെഴുന്നേറ്റു നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇത് ഭൂതമല്ല, ഇത് നിങ്ങളുടെ കൂടെയുണ്ട നസറാന യേശു തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ഓർത്ത് എനിക്കുള്ള സന്തോഷം ഇപ്പോഴേ കിട്ടുന്നു. അതിനായിട്ട് ലാസർ അഴുകിയേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില അഴുകുകളുണ്ടായാൽ അതിൽ ദൈവത്തിൻ്റെ മഹത്വം മറഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതാന്ത്യം വരെ അഴുകേണ്ടി വരും. അത് നമുക്ക് ദഹിക്കുവാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? നിത്യജീവനെപ്പറ്റി നമുക്ക് ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഇതെന്താ, ഞാൻ അവസാനം വരെ ഇങ്ങനെയാണോ? അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവസാനം വരെ സഹിക്കുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാതെ 55-ാമത്തെ വയസ്സ് വരെ സഹിക്കുന്നവൻ എന്നുള്ളതല്ല. മരിക്കുന്നതുവരെയും സഹനം ഏറ്റെടുക്കുന്നവന് മഹത്വം അതുപോലെയായിരിക്കും. നിങ്ങൾ സഹോദരന്മാരുടെ ഓർമ്മ ദിവസങ്ങളിൽ നമ്മൾ വായിക്കുന്ന പ്രാർത്ഥനകളെല്ലാം സഹോദരന്മാരെ മഹത്വത്തിൻ്റെ കിരീടമണിയിക്കുന്നവനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മഹത്വത്തിൻ്റെ കിരീടം, മനസ്സിലായോ? അപ്പോൾ 15-ാം വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. ഇത് കർത്താവിൻ്റെ ഉയർപ്പാണ് പറയുന്നത്. എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകുക. ഇനിയും നമുക്ക് പോകാം. ഇതാണ് കർത്താവിൻ്റെ സമയം. യോഹന്നാൻ എപ്പോഴും തൻ്റെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഊന്നി പറയുന്ന ഒരു കാര്യമാണ് നാഴിക. അവൻ്റെ നാഴിക, എൻ്റെ നാഴിക എന്ന് കർത്താവ് പറയുന്നതായിട്ടും അവൻ്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നതിൻ്റെ മറ്റൊരു വശമാണ് ഇവിടെ ഈ നാഴിക എത്തി എന്നുള്ളത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ മറ്റൊരു വശം വളരെ ഡീപ്പായിട്ട് പറഞ്ഞുതരാം.
ഈ നാഴിക എന്ന് പറഞ്ഞാൽ എന്താണ്? നാഴിക എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഗതിയാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ ടൈമിങ്ങിനകത്ത് ഇരുന്നുകൊണ്ട് ഇത് ചിന്തിച്ചാൽ നമുക്ക് ഈ നാഴികയെപ്പറ്റി പിടികിട്ടുകയില്ല. സമയമാകുമ്പോൾ കർത്താവ് പ്രവർത്തിച്ചിരിക്കും, പ്രവർത്തിച്ചേ പറ്റൂ. കർത്താവിന് പോലും വേറെ ഓപ്ഷൻ ഇല്ല, പ്രവർത്തിച്ചേ പറ്റൂ. അത് ദൈവത്തിനും വേറെ ഓപ്ഷനില്ല. ആ നാഴികയ്ക്ക് അത് സംഭവിച്ചിരിക്കും. അതുവരെ ആ സഹനം ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ തന്നെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു സമയമുണ്ട്, ആ സമയത്ത് അത് സംഭവിച്ചിരിക്കും. ആ സമയത്തെപ്പറ്റിയുള്ള ദീർഘമായ വിശദമായ പഠനങ്ങൾ വളരെ താമസിയാതെ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കാലസമ്പൂർണത എന്നൊരു സംഗതിയുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഇന്ന് അതിനെപ്പറ്റിയുള്ള ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ വലിയ താമസമില്ലാതെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ബാക്കി ഭാഗം പഠിപ്പിക്കുമ്പോൾ അത് പറഞ്ഞു തരുന്നതായിരിക്കും. 16-ാം വാക്യം, ദീദിമോസ് എന്നു പേരുള്ള തോമസ് അവനോട്. ദീദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. ഇതാണ് തോമസ് ലീഹയുടെ യഥാർത്ഥത്തിലുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും തോമസ് ലീഹയെ ഫെയ്ത്ത്ലെസ് ഡിസൈപ്പിൾ എന്നാണ് പലപ്പോഴും കാണുന്നത്. കാരണം തോമസ് ലീഹയുടെ സ്വഭാവ രീതി അനുസരിച്ച് എംപിരിക്കൽ എവിഡൻസ് ഇല്ലാതെ പുള്ളി ഒന്നും വിശ്വസിക്കത്തില്ല. അങ്ങനെയാണ്, ഓരോരുത്തരുടെ നേച്ചറാണത്. കർത്താവിൻ്റെ കൂടെ നടക്കുന്ന കാലം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അവരുടെ ഉള്ളിൽ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോഴും ഇവൻ ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടൊന്നുമല്ല നടക്കുന്നത്. അല്ല, ഒരു വലിയ ഗുരു, തങ്ങൾക്കൊന്നും പ്രാപ്യമല്ലാത്ത തലത്തിലുള്ള ജ്ഞാനഭണ്ഡാരം, ദൈവിക രഹസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഗുരുഭൂതൻ, അത്രയേ ഉള്ളൂ. കർത്താവ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് ഏറ്റു പറയുന്നു എന്നുള്ള സത്യമാണ്. എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഒന്നും അത് വെളിവായിട്ടില്ല. മൊത്തത്തിൽ വെളിവായിട്ടുണ്ട്, അവർക്കൊരു ആണോ അല്ലയോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട്, പക്ഷേ പൂർണ്ണമായും അത് വെളിവായിട്ടില്ല. അതുകൊണ്ടാണല്ലോ യൂദ എണീറ്റ് പോയത്. അല്ലെങ്കിൽ യൂദ പോകുമോ? ശരിക്കും യേശു ദൈവപുത്രനാണ് അല്ലെ ദൈവമാണ് എന്ന് യൂദായ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൻ പോകുമോ? ഒരിക്കലും പോകത്തില്ല. ഇവൻ്റെ കൂടെ നടന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. രാജാവാകുമെന്നാണ് വിചാരിച്ചത്. യെരുശലേം ദേവാലയത്തിലേക്കുള്ള എഴുന്നള്ളത്ത് വരെ ആശാൻ കാത്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആശാന് മനസ്സിലായി ഇത് ചുമ്മാ കളിപ്പീര് പരിപാടിയാണ്, ഈ രാജ്യത്തൊക്കെ വേറെ ഏതാണ്ടൊക്കെയാണ് പുള്ളി പറയുന്നത്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് വിചാരിച്ച് ഒറ്റിക്കൊടുക്കുകയാണ്. അവിടെയും തോമസ് ലീഹ ദൈവമാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല പറഞ്ഞത്, അവനോടുകൂടി ആ സ്നേഹമാണത്. ക്രിസ്തുവിനോടുള്ള സ്നേഹം, ഞാനവന് വേണ്ടി മരിച്ചുകൊള്ളാം എന്ന് ആദ്യം ഡിക്ലെയർ ചെയ്തത് തോമസ് ലീഹ. പിന്നീടേ പത്രോസ് പറഞ്ഞുള്ളൂ. പത്രോസ് പറഞ്ഞിട്ട് തള്ളി പറയുകയും ചെയ്തു. യോഹന്നാൻ ലീഹ അവനോടുകൂടെ മരിക്കേണ്ടതിന് നാം പോകാം എന്ന് പറയുകയും ചെയ്തു. മൈലാപ്പൂരിൽ വന്ന് മരിക്കുകയും ചെയ്തു. അപ്പോൾ എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്നു. ഈ പ്രഖ്യാപനം, അല്ലെങ്കിൽ ഈ ഒരു ഫെയ്ത്താണ് പ്രഖ്യാപനമായിട്ട് വന്നത്. ഏത് പ്രഖ്യാപനമായിട്ട് വന്നത്? എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. രണ്ട് വാക്കുകളേ ഉള്ളൂ. ലോകപ്രശസ്തമായതിൻ്റെ കാര്യം അത് ആത്മാവിൽ നിന്നുള്ള ബഹിസ്ഫുരണമാകിയാൽ മാത്രമാണ്. ശരീരം കൊണ്ടല്ല തോമസ് ലീഹ അത് പറഞ്ഞത്, ആത്മാവിൽ ആരാധിച്ച് പറഞ്ഞാണ്. തൊട്ടപ്പോഴത്തേക്ക് കൃപാവരം ശക്തമായിട്ട് ഒഴുകിയിറങ്ങി. ശതാധിപൻ്റെ കണ്ണ് നേരെയാക്കിയ കർത്താവിൻ്റെ രക്തത്തിൻ്റെ അതേ ശക്തി തോമസ് ലീഹയിലേക്ക് പെട്ടെന്ന് ഒരു ഊർജ്ജപ്രവാഹം പോലെ, ഒരു കറണ്ടിൻ്റെ ശക്തി വ്യാപാരം പോലെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആത്മാവ് ഉണർന്നിട്ട് പെട്ടെന്ന് അവൻ പോലും അറിയാതെ അവൻ പ്രഖ്യാപിച്ചതാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഇത് തോമസ് ലീഹ അറിഞ്ഞു കാണത്തില്ല ഈ പറഞ്ഞ കാര്യം. അതാണ് ആരാധന. തോമസ് ലീഹയെ ബോധത്തിൽ പറഞ്ഞതല്ലിത്, ആത്മാവിൽ പറഞ്ഞതാണ്. ബോധത്തിലുള്ള പ്രാർത്ഥനയുണ്ട്, ആത്മാവിലുള്ള പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ലീഹ പറയുന്നത്, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും
ബാക്കി ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ഇനി ഇതിന് രണ്ടിനും കൂടെ നിൽക്കേണ്ട ഒരാളാണ് ഈ സാധനം. ഏത്? ശരീരം. ഇതിന് രണ്ടിനും ഈ ശരീരം കൂടെ വേണം. ശരീരം ആദ്യമേ ഇത് ബ്ലോക്കാക്കി വിട്ടു കഴിഞ്ഞാൽ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കാൻ പറ്റില്ല, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ആത്മാവ് കൊണ്ടും ആരാധിക്കാൻ പറ്റില്ല, ബുദ്ധി കൊണ്ടും ആരാധിക്കാൻ പറ്റില്ല. ആത്മാവിലും സത്യത്തിലും ആരാധന നടത്തണമെങ്കിൽ ശരീരത്തിൻ്റെ വിശുദ്ധി അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ഇത് ചടങ്ങ് മാത്രമായിട്ട് അവശേഷിക്കും. അതുകൊണ്ട് ഇത്രയും ഭാഗം നമ്മൾ പൂർത്തീകരിച്ച് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. കാരണം ഇനിയുള്ളത് മറ്റൊരു പ്രത്യേക സെഷനാണ്. അതും വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ധ്യാനചിന്തയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള വെളിപാടുകളെല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നന്ദി കരയറ്റാം. തോമാശ്ലീഹായെ പോലെ കർത്താവിന് വേണ്ടി മരിക്കുവാനുള്ള ഒരു ആവേശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ ശോഭ നമ്മളെ നയിക്കണം. ഉള്ളിൽ ഒരാത്മാവുണ്ട്, അത് കത്തിജ്വലിക്കുന്നതാണ്. അത് പരിശുദ്ധാത്മാവ് ആ തീയിട്ട് തന്നാലേ അത് കത്തുകയുള്ളൂ. നമ്മളായിട്ട് വിചാരിച്ചാൽ കത്തിക്കാൻ പറ്റില്ല. നമ്മൾ നിദ്ര കൊള്ളുന്ന അവസ്ഥയാണെങ്കിൽ ആ നിദ്ര കൊള്ളുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളുടെ ഉള്ളിലുള്ള കൃപാവരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിദ്രാവസ്ഥയിൽ നമുക്ക് ഉണർന്ന് അനുദപിച്ച് പുതിയ കൃപാവരങ്ങളോടുകൂടി കർത്താവിനോട് ചേർന്ന് നിൽക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. മരിക്കുവാൻ നമ്മളെ വിട്ടുകൊടുക്കരുത്. മരണത്തിലേക്കാണ് പോക്കെന്നറിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് നമുക്ക് മുന്നമേ വാണിങ് തന്നുകൊണ്ടേയിരിക്കും. ഇത് പോക്ക് മരണത്തിലേക്കാണെന്നുള്ളത് ആത്മാവ് വാണിങ് തന്നുകൊണ്ടേയിരിക്കും. ആ വാണിങ് കേൾക്കണം, അതിന് ശ്രദ്ധ കൊടുക്കണം. എന്നിട്ട് ശരീരത്തിൽ ബോധപൂർവം പെയിൻ ഏറ്റെടുത്തുകൊണ്ട്, കാരണം മരണത്തിലേക്കുള്ള യാത്രയിൽ ലൗകിക മ്ലേച്ഛതകളിലേക്കുള്ള യാത്ര ശരീരത്തിന് സുഖം നൽകുന്നതാകിയാൽ ആ സുഖത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ശരീരം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് വളരെ ബോധപൂർവം വേദനയോടുകൂടി തന്നെ ആ ശരീരത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് അമിതമായ ശക്തി വ്യാപാരം ഇറങ്ങുകയും ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ ഉരുവാകുകയും ചെയ്യും. പൗലോസ്ലീഹ അങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്, ക്രിസ്തു നമ്മിൽ ഉരുവാകുവോളം ഞാൻ പ്രസവേദനയോടെ ഞരങ്ങുന്നു എന്നാണ്. അത് ക്രിസ്തു ഉരുവാകണമെങ്കിൽ ഈ വേദന എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാര്യം. അപ്പോൾ ശരീരത്തിന്മേൽ വിശുദ്ധി വരും. അങ്ങനെ വിശുദ്ധി വന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഉയർപ്പ് നമ്മളിൽ തന്നെ സംഭവിക്കും. നമ്മുടെ ഉള്ളിൽ നമ്മുടെ മരിച്ചു കിടക്കുന്ന ദേഹി ഉയർത്തെഴുന്നേൽക്കുന്നതാണ് കർത്താവിൻ്റെ ഉയർപ്പ്. ഓരോ ഉയർപ്പ് പെരുന്നാളിലും നമ്മൾ സംബന്ധിക്കുമ്പോൾ അന്ന് വരെ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപത്തിൻ്റെ ഫലമായിട്ട് ചത്ത് കിടക്കുന്ന ദേഹി പിശാചിൻ്റെ കയ്യിലിരിക്കുന്നതിനാൽ ആ ദേഹിയെ പാതാളത്തിൽ ചെന്ന് കർത്താവ് ഉയർപ്പിച്ച് തന്നിലാക്കുന്ന ശുശ്രൂഷയാണ് ഉയർപ്പ് പെരുന്നാൾ. അല്ലാതെ കർത്താവിൻ്റെ ഉയർപ്പിനെ കൊണ്ടാടിയിട്ട് പോകുന്നതല്ല. എല്ലാവരും ഉയർപ്പ് പെരുന്നാളിന് വന്ന് വെളുപ്പിനെയൊക്കെ വന്ന് ആരാധിച്ചിട്ട് അങ്ങ് പോകും. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഹാപ്പി ഈസ്റ്റർ. നിൻ്റെ ഉള്ളിലെ ചത്ത ദേഹി ഉയർത്തെഴുന്നേറ്റോ? ചോദ്യം അതാണ്. ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമുക്ക് ആനന്ദം ഉണ്ടാവും, ഉള്ളിൽ ആനന്ദവും സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ദേഹി പറയും, ശരീരത്തോട് പറയും, കർത്താവിന് വേണ്ടി ചത്തോളം പറയും, യേശുവിന് വേണ്ടി മരിക്കുവാൻ പറയും. തോമാശ്ലീഹയുടെ ഉള്ളിൽ മരിച്ചു കിടന്ന ദേഹി ഉയർത്തെഴുന്നേറ്റിട്ട് പറഞ്ഞു, അവന് വേണ്ടി മരിക്കുവാൻ നമുക്കെല്ലാവർക്കും വാം, കമോൺ എന്ന് പറഞ്ഞു. അത് വലിയ വിശ്വാസ പ്രഖ്യാപനമായി മാറുകയും ലോകം മുഴുവൻ അത് ഏറ്റെടുക്കുകയും ചെയ്തു. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഇറങ്ങി യേശുവിന് ജന്മം കൊടുക്കുവാൻ പരിശുദ്ധ മറിയത്തെ സഹായിച്ച് അനുഗ്രഹിച്ച് കൃപയിൽ നിറച്ച ദൈവമേ, ബലഹീനരും പാപികളും ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മഹാഭാവി ഞങ്ങൾ കരുണ തോന്നി. ഞങ്ങളെ കേൾപ്പിക്കുന്ന, ഞങ്ങൾ കേട്ട് ഗ്രഹിച്ച വചനങ്ങൾ ഞങ്ങൾ തന്നെ ജീവൻ പ്രാപിച്ച് അങ്ങയുടെ പ്രകാശം ലോകത്ത് പരത്തുവാൻ തക്കവണ്ണം, ഞങ്ങളെ കാണുന്നവർ നിന്നെ കാണുവാൻ തക്കവണ്ണം, മറ്റുള്ളവരിൽ നിന്നെ ഞങ്ങൾ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെയും തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ ദിവ്യ വെളിച്ചം കണ്ട്, ദിവ്യ വെളിച്ചം ആസ്വദിച്ച് കൃപയിലാകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. നിന്നോളം നിത്യതയ്ക്ക് ഞങ്ങളെ നീ വിളിച്ചിരിക്കാൻ, നിൻ്റെ ജീവനോളം നീ ഞങ്ങളുടെ ജീവന് പ്രാധാന്യം തന്നിരിക്കാൻ, ഞങ്ങളെ വിലപ്പെട്ടവരായി നീ എണ്ണിയിരിക്കാൻ, ഞങ്ങൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ വിലയുള്ളതായി കണ്ട് ഞങ്ങൾ ഈ നശിച്ചു പോകുന്ന ലോകത്ത് സമ്പാദിക്കാതെ കർത്താവ് അവിടെ നിന്ന് അരുളി ചെയ്തതുപോലെ
തുരുമ്പും കീടങ്ങളും തിന്നു കളയുന്നതും. കള്ളന്മാർ മോഷ്ടിക്കുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കരുതേ എന്ന് നിങ്ങൾ പറഞ്ഞ വിശുദ്ധ മത്തായി സുവിശേഷം 6:19 അനുസരിപ്പാൻ തക്കവണ്ണം, പിന്നെയോ നിത്യതയിൽ നിന്റെ രാജ്യത്ത് നിക്ഷേപം കണ്ടെത്തുവാൻ തക്ക ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അസ്വസ്ഥരാകണ്ട, ഇന്നും ദൈവത്തിലും വിശ്വസിപ്പീൻ. അവിടെ നിങ്ങൾക്ക് ഭവനങ്ങൾ ഞാൻ പണിത ശേഷം എന്നോടുകൂടെ ആയിരിക്കാൻ നിങ്ങളും ആയിരിക്കാൻ കൂട്ടിക്കൊണ്ടുവരും വരും നിങ്ങൾ പറഞ്ഞ വചനവും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 14:3 വചനം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയനെ, നീ വരുമ്പോൾ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ എണ്ണ നിറച്ച ഭരണിയുമായി വിളക്കിൽ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കേൾക്കുന്ന വചനങ്ങൾ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് മറന്നുപോകാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജീവൻ പ്രാപിച്ച് ജീവിച്ച് അനേകർ ജീവൻ കൊടുക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ ഏൽപ്പിച്ച തലമുറയ്ക്ക് ജീവൻ കൊടുക്കുന്ന ഭവനം ഒരു സ്വർഗരാജ്യമായി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, നീ തന്നെ പറഞ്ഞ വചനം വീണ്ടും ഓർക്കുന്നു. നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ പിതാപുത്രൻ മഹത്വപ്പെടാൻ ഞാൻ ചെയ്തു തരും. കർത്താവെ, ഒന്ന് മാത്രം ചോദിക്കുന്നു, നിൻ്റെ വിശുദ്ധിയിൽ പങ്കുകാരാകുവാൻ, നിൻ്റെ വിശുദ്ധി പ്രഘോഷിപ്പാൻ തക്കവണ്ണം, നിൻ്റെ സ്ഥാനത്തിൽ ജീവിപ്പാൻ നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഞങ്ങളുടെ മരണത്തിലും ഉറക്കത്തിലും ഉണർവിലും രോഗത്തിലും സൗഖ്യത്തിലും നീ കൂടെ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. നിനക്ക് ഒരു നാൾ ഞങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്നാൽ ഞങ്ങൾ നിൻ്റെ തന്നെ സൃഷ്ടിയാണ്, നിൻ്റെ രൂപത്തിലാണ്, നിൻ്റെ ഭാവത്തിലാണ്. നിൻ്റെ ജീവൻ ഞങ്ങളുടെ ഉള്ളിൽ വസിപ്പാൻ നീ വിലയ്ക്ക് വാങ്ങിയ ശരീരമാണ് ഞങ്ങളുടെ എന്ന ബോധ്യത്തോടുകൂടി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ കേട്ട വചനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അത് കേൾപ്പിച്ച് അങ്ങയുടെ അഭിഷേകത്തിനെ കൂടുതൽ ബോധ്യങ്ങൾ നിറച്ച് ഞങ്ങളെപ്പോലെ അനേകരെ വെളുത്തി നയിപ്പാൻ ഇടങ്ങളിലൊക്കെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നാഥ, ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതി സ്തോത്രം അർപ്പിക്കുവാൻ തന്നെ. ആമീൻ. Slide.